ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പുതിയൊരു പ്രഭാതം കാണുവാനായിട്ട് നല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും അനുവദിച്ചു. ദൈവത്തിൻ്റെ വലിയ കരുണയ്ക്ക്, വലിയ സ്നേഹത്തിന് നന്ദി പറയാം. തിരുക്കുടുംബത്തെ ധ്യാനത്തിൻ്റെ 2ാം ദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഷക്കേന TV-യുടെ എല്ലാ പ്രവർത്തകരെയും ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സാമുവേൽ പ്രവചനം 1-ാം പുസ്തകം 2-ാം അധ്യായം 35-ാം തിരുവാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: എൻ്റെ ഹൃദയാഭിലാഷമനുസരിച്ച് അവൻ പ്രവർത്തിക്കും, അവൻ്റെ കുടുംബം ഞാൻ നിലനിർത്തും. പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ്റെ ഹൃദയാഭിലാഷമനുസരിച്ച് ജീവിക്കുമ്പോഴാണ്, പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബങ്ങൾ ധന്യമായി തീരുക, അനുഗ്രഹിക്കപ്പെടുക. നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം, ആത്മശോധന ചെയ്യാം. എൻ്റെ കുടുംബത്തിലെ എൻ്റെ ഇഷ്ടമാണോ ഞാൻ നോക്കുന്നത്? എൻ്റെ ജീവിത പങ്കാളി ഇഷ്ടമാണോ? മാതാപിതാക്കൾ ഇഷ്ടമാണ് ഞാൻ നോക്കുന്നത്? സഹോദരങ്ങളെ, എൻ്റെ ഇഷ്ടം, എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഇഷ്ടം മാറ്റിക്കൊണ്ട് അവിടെ തമ്പുരാൻ എന്താണോ ആഗ്രഹിക്കുന്നത്, തമ്പുരാൻ എന്നെക്കുറിച്ച് എന്താണോ അഭിലഷിക്കുന്നത്, അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബങ്ങൾ തിരുക്കുടുംബങ്ങളായി മാറുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആത്മശോധന ചെയ്യാം, പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ആഗ്രഹിക്കാം. നമ്മുടെ കുടുംബങ്ങൾ തിരുക്കുടുംബങ്ങളായിട്ട് മാറുവാൻ, അങ്ങനെ തമ്പുരാന് വേണ്ടി സാക്ഷികളായി മാറുവാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസത്തെ എല്ലാ ശുശ്രൂഷകളും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ആയിരിക്കുന്നിടങ്ങളിലെ കണ്ണുകൾ അടച്ച് ഇരു കൈകളും ഉയർത്തി നല്ല ദൈവത്തിൻ്റെ വലിയ അഭിഷേകം കടന്നു വരുവാൻ, പരിശുദ്ധാത്മാവിനാൽ ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും നിറയപ്പെടുവാനായിട്ട് ആഗ്രഹിച്ച് നമുക്ക് അധരം തുറന്ന് മനം തുറന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, തിരുക്കുടുംബത്തിൽ 2-ാം ദിവസത്തിന്റെ എല്ലാ അഭിഷേകം ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുകയാണ്. ഈ ധ്യാനത്തിന് തടസ്സമായി നിൽക്കുന്ന, ഈ ധ്യാനത്തിന് എതിരായി പ്രവർത്തിക്കുന്ന പിശാചിന്റെ എല്ലാ കോട്ടകളും, പൈശാചി ബന്ധനങ്ങളും, തിന്മയുടെ ആധിപത്യങ്ങളും തകർന്നു പോകട്ടെ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, എല്ലാ നാരകീയ ശക്തികളും പൈശാചി ബന്ധനങ്ങളും ബഹിഷ്കരിക്കപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും, എല്ലാ നാരകീയ ശക്തികളും ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, കുരിശുകൊണ്ട് കാട്ടിപ്പായിക്കുന്നു. കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവ് നിറയപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ വരദാന ഫലങ്ങൾ നിറയ്ക്കണേ പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നമ്മളെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. തിരുക്കുടുംബത്തിൽ 2-ാം ദിനത്തിലെ വചനപ്രഘോഷണവും സൗഖ്യാരാധനയും നടത്തുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഷാജി തുമ്പേച്ചിറച്ചനാണ്. ഇത്ര വർഷമായി വളരെ തീക്ഷ്ണതയോടുകൂടെ വചനം പങ്കുവെക്കുന്ന, കർത്താവിൻ്റെ കൈകളിലെ ഒരു ഉപകരണമായ ഷാജിച്ചനെ വലിയ സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഇന്നേ ദിനത്തിൻ്റെ എല്ലാ ശുശ്രൂഷകളും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ,
എനിക്കീശോ തന്നൊരമ്മേ. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ആവേ മരിയ മാതാവിന്റെ വിമല ഹൃദയത്തിലെ മാതാവേ, ശുശ്രൂഷകളെ മരിയ കന്യാമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം ആത്മാവും ജീവനുമായ കർത്താവിൻ്റെ വചനം ഇന്ന് നമ്മളെ എങ്ങനെ ഓർമ്മിപ്പിക്കുന്നു? സങ്കീർത്തനം 20:7. ചിലർ രഥങ്ങളിലും മറ്റു ചിലർ കുതിരകളിലും അഹങ്കരിക്കുന്നു. വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ചിലർ രഥങ്ങളിലും മറ്റു ചിലർ കുതിരകളിലും അഹങ്കരിക്കുന്നു, എന്നാൽ നമ്മളാകട്ടെ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു. വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ചിലർ രഥങ്ങളിലും കുതിരകളിലും അഹങ്കരിക്കുമ്പോൾ ഈ ലോകം വെച്ച് നീട്ടുന്ന ചില സ്ഥാനമാനങ്ങളിലെ, ചില ബന്ധങ്ങളിലെ, സമ്പത്തുകളിലെ അവരുടെ ജീവിതം അഹങ്കാരം കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒന്നോർക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളാകട്ടെ നമ്മളെ രക്ഷിക്കുന്ന, നമ്മളെ വഴി നടത്തുന്ന നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ അഭിമാനം കൊള്ളുകയാണ്. ഒന്നോർക്കണം, ഇത് എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ ചിന്ത കൊണ്ട്, എൻ്റെ ബുദ്ധി കൊണ്ട് ഇതെല്ലാം നേടിയെടുത്തെന്നുള്ള ചിന്ത, അഹങ്കാരം, ഒന്നോർക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് നമ്മളെ നാശത്തിലേക്ക് നയിക്കുന്ന ചിന്തയാണ്. അതാണ് ഈ ലോകത്തിൻ്റെ പല സ്ഥാനമാനങ്ങളിലും, ഈ ലോകം തന്നിട്ടുള്ള ചില സുഖങ്ങളിലൊക്കെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് നമ്മളെ നശിപ്പിക്കും. എന്നാൽ കർത്താവിൻ്റെ നാമം നമ്മളെ രക്ഷയിലേക്ക് നയിക്കുന്ന നാമമാണ്. ഹല്ലേലൂയ. ശരമയർത്തി പറഞ്ഞ ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. ഒരുപക്ഷെ ഈ വേദന നിറഞ്ഞ, അസ്വസ്ഥത നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ നമ്മൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, എത്രയോ നാളുകളായി പ്രാർത്ഥിക്കുന്ന കണ്ണീരോടെ, എത്രയോ നാളുകളായി വേദനയോടെ, സഹനത്തിലൂടെ നിന്നുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതങ്ങളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചോദ്യമുണ്ടായിരിക്കും, എൻ്റെ കർത്താവ് ഇത് അറിയുന്നില്ലേ, കാണുന്നില്ലേ? ഈ ലോകത്തിൻ്റെ ഒരു സുഖങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അവിടുത്തെ നാമത്തിലാണ് എൻ്റെ രക്ഷ എന്നൊരൊറ്റ വിശ്വാസത്താലേ ഞാൻ മുന്നോട്ട് പോകുകയോണ്ടിരിക്കുക. എന്നിട്ടും കർത്താവേ, എൻ്റെ ദുഃഖങ്ങളും സഹനങ്ങളും വേദനകളൊന്നും നീ അറിയുന്നില്ലേ? നമുക്ക് രണ്ട് കരങ്ങളും ഈശോയിലേക്ക് നമുക്ക് ഉയർത്തിപ്പിടിക്കാം. ഇതാ നിന്നറിയുന്ന, നിന്നെ കാണുന്ന, നിന്നെ മനസ്സിലാക്കുന്ന, നിന്നെ കരുതുന്നൊരു ദൈവം. ആ ദൈവത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കാം. എന്നെ നന്നായി അറിയുന്നവൻ ഈശോ, യേശു, ഓ ജീസസ്. പ്രാർത്ഥിക്കട്ടെ എല്ലാവരും. എന്റെ ഭാരം ചുമക്കുന്നവൻ, ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൻ മക്കളെ. നിന്റെ യേശു, ഭാരമെല്ലാം കർത്താവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ ഈ നിമിഷം. എന്നെ നന്നായി അറിയുന്നവൻ, കർത്താവേ, തകർന്ന ഹൃദയങ്ങളെ തൊടണമേ. കണ്ണീര് കഴിയുന്ന ജീവിതങ്ങളെ തൊടണമേ കർത്താവേ ഈ നിമിഷം. എന്റെ ഭാരം ചുമക്കുന്നവൻ, ഓ in the name of Jesus. ഹൃദയങ്ങളെ തൊടണമെന്ന് ഈ നിമിഷം. സുഖമുള്ള കാലത്തും കണ്ണുകളടച്ച് കൈകൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചാൽ യേശു മാത്രം മതി. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ ഈ നിമിഷം. കുടുംബങ്ങളിൽ ഒന്നടക്കം സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, ദൈവത്തെ ആരാധിക്കട്ടെ. വലിയ വിടുതലിന്റെ സമയം.
എല്ലാ കെട്ടുകൾ അഴിയുന്ന സമയം, നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം എടുത്തു മാറ്റുന്ന സമയം. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കട്ടെ, ദൈവത്തെ ആരാധിക്കട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. കൈകളടിച്ച്, കൈകളടിച്ച് ഈ നിമിഷം ആനന്ദത്തോടെ കർത്താവിന്റെ നാമത്തിൽ അഭിമാനം കൊണ്ടുകൊണ്ട്, രക്ഷയുടെ നാമമായ യേശുവിന്റെ നാമം, സൗഖ്യത്തിന്റെ നാമമായ യേശുവിന്റെ നാമം, വിടുതലിന്റെ നാമമായ യേശുവിന്റെ നാമം മുറുകെ പിടിച്ചുകൊണ്ട് വലിയ അഭിമാനത്തോടെ വചനം പറയുന്നു. 1 ദിനവൃത്താന്തം 16:36 കർത്താവിനെ സ്തുതിക്കുന്നതിലാണ് എന്റെ അഭിമാനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അഭിമാനം കൊള്ളാം ദൈവത്തെ സ്തുതിക്കുന്നതിൽ, ആരാധിക്കുന്നതിൽ. കൈകളടിച്ച് ആനന്ദത്തോടെ, ആഹ്ലാദത്തോടെ ദൈവത്തെ ആരാധിക്കട്ടെ. ഭയമേതുമില്ലെന്റെ ദൈവം എന്നെ പരിപാലിച്ചു നടത്തും. ഭയമേതുമില്ലെന്റെ ദൈവം എന്നെ പരിപാലിച്ചു നടത്തും. ആനന്ദത്തെളി നീർച്ചോലയിൽ അനുദിനം വഴി നടത്തും. ആനന്ദത്തെളി നീർച്ചോലയിൽ അനുദിനം വഴി നടത്തും. നീയല്ലോ നല്ല ഇടയൻ, വഴി കാട്ടും സ്നേഹിതൻ. കുടുംബങ്ങളിൽ യേശുവേ നായക, തിരുനാമം പാവനം. നീയല്ലോ നല്ല ഇടയൻ, വഴി കാട്ടും സ്നേഹിതൻ. യേശുവേ നായക, തിരുനാമം പാവനം. കൈകളുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. വലിയ അഭിമാനത്തോടെ സ്തുതിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ കർത്താവിന്റെ കൂടെയുണ്ട് നല്ലൊരു അഭിമാനത്തോടെ, ആഹ്ലാദത്തോടെ ദൈവത്തെ ആരാധിക്കട്ടെ. കൈകളടിച്ച്, കൈകളടിച്ച്, കൈകളടിച്ച് വലിയ സന്തോഷത്തോടെ മുഖത്തോട് മുഖം നോക്കി പ്രിയ ദൈവം മക്കളും മാതാപിതാക്കളും നൊമ്പരം നീക്കും. ദുഃഖമില്ലൻ പ്രിയ ദൈവം എന്റെ വിങ്ങുന്ന നൊമ്പരം നീക്കും. കണ്ണീരുമാച്ചെന്റെ ഉള്ളിൽ എന്നും കാരുണ്യ പൂന്തേ നിറയ്ക്കും. കണ്ണീരുമാച്ചെന്റെ ഉള്ളിൽ എന്നും കാരുണ്യ പൂന്തേ നിറയ്ക്കും. നീയല്ലോ അഭിമാനത്തോടെ ആരെയും നോക്കണ്ട, സ്നേഹിതൻ കൂടെയുണ്ട്. യേശുവേ രക്ഷയുടെ നാമം, സൗഖ്യത്തിന്റെ നാമം, വിടുതലിന്റെ നാമം. നീയല്ലോ നല്ല ഇടയൻ, വഴി കാട്ടും സ്നേഹിതൻ. കൈകളടിച്ച്, കൈകളടിച്ച്. യേശുവേ നായക, നിൻ തിരുനാമം പാവനം. എല്ലാവരും ഒരിക്കൽ കൂടി നീയല്ലോ നല്ല ഇടയൻ, വഴി കാട്ടും. ആനന്ദത്തോടെ, അഭിമാനത്തോടെ ദൈവത്തെ ആരാധിക്കട്ടെ. നമ്മുടെ സഹോദരങ്ങളെ വിട്ടുകൊടുത്തുകൊണ്ട്, നിന്റെ ദുഃഖങ്ങളും വേദനകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആരാധന, 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 ആരാധന. യേശുവിന്റെ നാമം വിളിക്കട്ടെ. എന്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നോടത്തെല്ലാം അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് അവരനുഗ്രഹിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ആ ദൈവത്തിന്റെ വാഗ്ദാനം ഇതെല്ലാ കുടുംബങ്ങളിലേക്കും ഇറങ്ങി വരുന്ന സമയം സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. കണ്ണുകൾ അടച്ച് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കാം. വിട്ടുകൊടുത്തുകൊണ്ട് നിന്നറിയുന്നൊരു ദൈവം നമ്മുടെ ജീവിതങ്ങളിലെ ഉന്നതമായ വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല നമ്മൾ അഭിമാനം കൊള്ളേണ്ടത് ദൈവത്തെ ആരാധിക്കുന്നതിലാണ്, ദൈവത്തെ സ്തുതിക്കുന്നതിലാണ്. ആ നാമമാണ് നാം വഹിക്കുന്നതിലാണ്
നാം അഭിമാനം കൊള്ളേണ്ടത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ നല്ല നാമം, യേശുവിൻ്റെ നാമം നമുക്ക് മുറുകെ പിടിക്കാം. ഈശോയുടെ കരങ്ങളിലേക്ക് ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ആരും ഈ ശുശ്രൂഷയിൽ നിന്ന് മാറിപ്പോകരുത്. വലിയ വിടുതലിൻ്റെ സമയങ്ങൾ, രക്ഷയുടെ സമയങ്ങളാ. ഏറെ സ്നേഹത്തോടെ കർത്താവിൻ്റെ വചനത്തിനായിട്ട് നമുക്ക് കാതോർക്കാം. യേശു 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 ആരിലും വലിയവൻ. യേശു 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 ആരിലും മതിയായവൻ. യേശു 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 ആരിലും എൻ്റെ ദൈവമേ വലിയവൻ. ആരിലും വലിയവനായി നമ്മുടെ ദൈവം. യേശു ആ ദൈവത്തിന്റെ നാമത്തിൽ യേശു യേശു ആരിലും മതിയായവൻ. നിന്റെ നാമത്തെ പ്രതി ഞങ്ങളുടെ ജീവിതം ആനന്ദം കൊള്ളുകയാണ്. നിന്റെ നാമത്തെ പ്രതി ഞങ്ങൾ അഭിമാനം കൊള്ളുകയാണ്. ആ വലിയ ആഗ്രഹത്തോടെ ദാഹത്തോടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. ഇന്ന് ശുശ്രൂഷ ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഷാജച്ചൻ്റെ എല്ലാ മിനിസ്ട്രികളെയും, അച്ഛൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. ഈശോയെ ഏറ്റെടുക്കണമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ 55 ദിവസം ഷക്കീന ടിവിയിലൂടെ അല്ല, ഈ ശുശ്രൂഷ മാധ്യമത്തിലൂടെ കേരളം മുഴുവനും കേരളത്തെ പ്രാർത്ഥനയാൽ നനയ്ക്കുവാനായി വലിയ ശുശ്രൂഷയിലായിരുന്നു. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി 55 ദിവസം നോമ്പ് എടുത്ത് പ്രാർത്ഥിച്ച ഒരു വീട്ടിൽ അത്താഴം കഴിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഈ ശുശ്രൂഷയ്ക്ക് ഞാൻ നിൽക്കുന്നത്. കഴിഞ്ഞ 55 ദിവസം അനേകം കുടുംബങ്ങൾ ദൈവ കാരുണ്യത്തിൻ്റെ മുമ്പിൽ, ദൈവ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ എരിഞ്ഞിട്ടുണ്ട്, ഉരുകിയിട്ടുണ്ട്, ത്യാഗമെടുത്തിട്ടുണ്ട്. അനേകം കുടുംബങ്ങൾ കേരളത്തിന് വേണ്ടി, കേരള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഇതാ അസിസി പ്രയർ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ കുടുംബങ്ങളെ പൊളിപ്പിച്ച, തേജസ് വർദ്ധിപ്പിച്ച ഷക്കീന ടി വിയുടെ മഹാശുശ്രൂഷയ്ക്ക് ശേഷം അസിസി പ്രയർ ഗ്രൂപ്പ് ഇതാ ഈ ടി വി ചാനലിലൂടെ വീണ്ടും നമ്മുടെ കുടുംബങ്ങളെ തേടിയെത്തുന്നു. ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് അച്ഛനോടൊപ്പം, പ്രിയപ്പെട്ട ബൈജുവിനോടൊപ്പം, പ്രിയപ്പെട്ട ടീം അംഗങ്ങളും എല്ലാവരെയും കർത്താവിന് കൊടുക്കുന്നു. കഴിഞ്ഞ 23 വർഷമായി പണ്ട് ഒരു ചന്തയിലെ ഒരു സാധാരണ ശുശ്രൂഷയിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് ഒല്ലൂര് കേന്ദ്രമാക്കി അനേകം തകർന്നു പോയ കുടുംബങ്ങൾക്ക് വേണ്ടി നിരന്തര ശുശ്രൂഷ ചെയ്യുന്ന അസിസി പ്രയർ ഗ്രൂപ്പിനെ ദൈവം എടുത്തുയർത്തട്ടെ. ഷക്കീന ടി വിയുടെ മാധ്യമ ശുശ്രൂഷയെ നമ്മുടെ ദൈവം, പ്രത്യേകിച്ച് ഹിന്ദി ചാനലിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോയുടെ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ അത് നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ അനന്ത സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഷക്കീന ടി വിയും എല്ലാ ക്രിസ്തീയ മാധ്യമങ്ങളെയും, സഭയെ മുഴുവനും സമർപ്പിക്കാം. പ്രിയപ്പെട്ട സന്തോഷ് കരിമത്രയും കൂടെ കണ്ണുനീരോട് വിയർപ്പോടുകൂടി ഓടിയവരെയും നമ്മുടെ കർത്താവിൻ്റെ കരുണയുടെ മുമ്പിൽ കൊടുക്കാം. ഈ 55 ദിവസം പ്രാർത്ഥിച്ച് ഈ ദിവസങ്ങളിൽ ഈ തിരുക്കുടുംബ ധ്യാനത്തിന്
12-ാം തിരുക്കുടുംബ ധ്യാനത്തിനെത്തിയിട്ടുള്ള എല്ലാവരെയും ദൈവകരുണയുടെ മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ഒരുമിച്ച് പരിശുദ്ധ അമ്മ വഴി വീണ്ടും പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ഒരു നന്മ നിറഞ്ഞ മറിയമേയും കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വാത്സല്യമുള്ള സഹോദരങ്ങളെ, അനുഗ്രഹിക്കപ്പെട്ട ഈ ശുശ്രൂഷയുടെ ഫലം നമുക്കെല്ലാവർക്കും ധാരാളമായി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരുണയുടെ ഒരു അനുഭവം, ദൈവം നമ്മെ തൊടുന്ന ഒരു അനുഭവം. ഈ ശുശ്രൂഷ ഒരു ഇൻഫർമേറ്റീവ് ശുശ്രൂഷയോടൊപ്പം ഒരു എക്സ്പീരിയൻഷ്യൽ അനുഭവങ്ങളുടെ ഒരു ശുശ്രൂഷ കൂടി ആകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ചില പുതിയ അറിവുകൾ, ഒരു പക്ഷേ അതിനേക്കാൾ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന ഒരു അനുഭവം കർത്താവ് ഇടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് സമയം കളയണ്ട. നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ മുഴുവനൊന്ന് സമർപ്പിച്ച് 2 കരങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് ഈ ധ്യാന ശുശ്രൂഷകൾ എപ്പോഴും ഒരു ആരാധനയാണ്. അപ്പം ധ്യാനത്തിൻ്റെ ഒടുവിൽ നാം അർപ്പിക്കുന്ന ഒരു 15 മിനിറ്റ് ആരാധന മാത്രമല്ല, ഓരോ മാധ്യമ ശുശ്രൂഷയും ഒരു ആരാധനയാണ്. അപ്പോൾ ഷഹീന ടി വിയിലൂടെ, ഷാലോം ടി വിയിലൂടെ നിരന്തരം നടക്കുന്നത് എന്താണ്? ആരാധനയാണ്. അപ്പോൾ നാം ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത് എങ്ങനെയാണ്? മുഴു ഹൃദയത്തോടു കൂടിയാണ് പങ്കെടുക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 37-ാം വാക്യത്തിൽ പറയുന്നു, നീ പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക. ആരാധന സ്നേഹത്തിൻ്റെ ഒരു ആവിഷ്കാരമാണ്. അപ്പം നമുക്ക് ഈ കേൾക്കുന്നതെല്ലാം ഹൃദയത്തിൽ തൊടുവാനായി പ്രാർത്ഥിക്കാം. പണ്ട് സെമിനാരി പഠിച്ച സമയത്ത് ഞാൻ ഓർത്തിട്ടുണ്ട്, ഞാനൊരു കുഞ്ഞ് കാര്യം പറയുന്നതേ ഉള്ളൂ. സെമിനാരിയിൽ ഒരുപാട് വിഷയങ്ങൾ പഠിക്കുമ്പം ചിലപ്പോൾ ഞങ്ങളൊക്കെ അച്ഛന്മാർ ഓർത്തിട്ടുണ്ട്, ദൈവമേ ഈ വിഷയം എൻ്റെ ജീവിതത്തെ തൊടുന്നതാണോ, ഈ 45 മണിക്കൂറിൻ്റെ ഈ വിഷയം എൻ്റെ ജീവിതത്തിൽ വല്ല മാറ്റം വരുത്തുമോ? ചിലപ്പോൾ സംശയം വന്നിട്ടുണ്ട്. എന്നാൽ ശുശ്രൂഷകളെ കുറിച്ച് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റണം, ഈ ശുശ്രൂഷ എൻ്റെ കുടുംബത്തെ തൊടണം. ഇതാ ഈ ടി വിയുടെ മുമ്പിൽ ഇപ്പോൾ ഷക്കീന ടി വി ടെലിവിഷൻ്റെ മുമ്പിൽ ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ. എൻ്റെ മകൻ അവിടില്ല, എൻ്റെ മകൾ അവിടില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, ദൂരത്തായിരിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യമില്ലാത്ത മകനെ ഞാൻ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ദൈവം തൊടും. ഹല്ലേലൂയ. എൻ്റെ മകൾ ഇവിടെ ഇല്ല, എൻ്റെ മൂത്ത മകന് ദൈവ ശുശ്രൂഷയൊക്കെ മടുപ്പാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. അമ്മ മാത്രം ഇരിക്കുകയാണ്, അമ്മ മാത്രം. ഇതാ അടുക്കളയിലെ പണിക്കിടയിലാണ് ഈ ശുശ്രൂഷ കൂടുന്നത്. നീ ഇപ്പോൾ ആരാധിക്കുമ്പോൾ നിന്റെ ദൂരത്തിരിക്കുന്ന മകളെ കർത്താവ് ഈ ശുശ്രൂഷയിലൂടെ തന്നെ തൊടും. അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. ഹല്ലേലൂയ. റോമ 5:19 ഒരാളുടെ സഹകരണത്തെയും അനുസരണത്തെയും പ്രതി ദൈവം ദൂരവ്യാപകമായ ഫലം ചെയ്യും. അതാണ് സഭയുടെ ഏറ്റവും വലിയ അനുഭവവും അത്ഭുതവും. ഒരാളുടെ സഹകരണത്തെയും ഒരാളുടെ അധ്വാനത്തെയും ഒരാളുടെ അനുസരണത്തെയും പ്രതി ദൈവം എല്ലാവരെയും തൊടും. നമുക്ക് ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. അപ്പം നമ്മുടെ വീട്ടിൽ 7 പേരുണ്ട്, കുടുംബത്തിൽ 7 പേരുണ്ട്. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് ആകെപ്പാട് 2 പേരേ ഉള്ളൂ. അതിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് തന്നെ അല്ലെങ്കിൽ ഒരാൾ കളിയാക്കി, അമ്മയ്ക്ക് ഈ പരിപാടി മാത്രമേ ഉള്ളൂ, അച്ചാച്ചൻ ഇതേ ഉള്ള പരിപാടി. സാരമില്ല, നീ ആരാധിക്കുകയാണെങ്കിൽ നിന്റെ അനുസരണത്തെയും ആരാധനയും പ്രതി അനേകരോട് ദൈവം കരുണ കാണിക്കും. റോമ 5:19 ഒരാളുടെ അനുസരണത്തെ പ്രതി, ഒരാളുടെ ആരാധനയെ പ്രതി സമൂഹം മുഴുവനെയും കുടുംബത്തെയും തൊടുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഒരുമിച്ച് പറഞ്ഞ് ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ്, നിങ്ങൾ കുറിച്ചിട്ടു, ഇവിടെ നിന്ന് ഈ 1 മണിക്ക് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ മഹത്വം കൊണ്ടല്ല, ഞങ്ങളുടെ ആരുടെയും ഗുണം കൊണ്ടല്ല, നമ്മെ നയിക്കുന്ന ഷക്കീന ടി വിയെ മഹത്വത്തിലേക്ക്, അതാ ദൈവമഹത്വത്തിൻ്റെ കേദാരമായി ഉയർത്തിയ ദൈവം മുഖാന്തരം നിങ്ങൾ ഇന്ന് എഴുന്നേൽക്കും മുമ്പ് അടയാളങ്ങൾ കിട്ടുന്ന അനേകരെ ദൈവം ഈ ടി വിയുടെ മുമ്പിൽ ഇരുത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ ആരുടെയും ഗുണമല്ല, മനഃശാസ്ത്രപരമായ പ്രഖ്യാപനവുമല്ല, ദൈവത്തിൻ്റെ മഹത്വം അത്യുന്നതമായതുകൊണ്ട് നിങ്ങളിപ്പോൾ കുറിച്ച് വെച്ചോ, 1 മണിക്ക് മുമ്പ് അടയാളങ്ങൾ ലഭിക്കുന്ന അനേകരെ ദൈവം ബാക്കി വയ്ക്കും. ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ബാലിൻ്റെ മുമ്പിൽ മുട്ടുകുത്താത്ത,
അനേകായിരങ്ങളെ ഒരുക്കി വെച്ച ദൈവം, ബാലിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത അനേകരെ ഉയർത്തിയ ദൈവം, കുടുംബങ്ങളിൽ ഒരാൾ മുട്ടുമടക്കുമ്പം നിങ്ങളിപ്പം എരുതിയിൽ എണ്ണ കത്തുന്നത് പോലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചോളൂ. എരുതിയിൽ എണ്ണ കത്തുന്നത് പോലെ പ്രാർത്ഥിച്ചോളൂ. അതിൻ്റെ മഹത്വം നമുക്ക് കിട്ടും. കരങ്ങൾ കൂപ്പി പിടിക്കാം. ഈശോ മറിയം യൗസേപ്പേ, ഞങ്ങളുടെ വീടിനു തുണയാകണേ. ഈശോ മറിയം യൗസേപ്പേ, ദൂരത്ത് മക്കൾക്ക് തുണയാവണേ. ഞങ്ങളുടെ വീടിൻ്റെ നടുമുറ്റത്ത് തിരുക്കുരിശവിടുന്നു നാട്ടേണമേ. തിരുക്കുരിശവിടുന്നു നാട്ടേണമേ. അങ്ങേ അറിയാതെ വചനമറിയാതെ അകലത്തലയുന്നൻ മക്കൾ, അങ്ങേ അറിയാതെ വചനം അറിയാതെ അകലത്തലയുന്നൻ മക്കൾ. കർത്താവേ കാരുണ്യം തൂകി അനുതാപം ഏകണേ ഉള്ളിൽ. ഈശോ മറിയം യൗസേപ്പേ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് തുണയാകണേ. ഈശോ മറിയം യൗസേപ്പേ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് തുണയാകണേ. നിങ്ങൾ ഒരു നിമിഷം ഷക്കീന ടിവിയുടെ ഈ സ്ക്രീനിലേക്ക് കരം നീട്ടി ഈ മാധ്യമത്തിലൂടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും ഇതിൻ്റെ പിന്നിൽ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. ഈ സ്ഥലം ഇവിടെ പ്രവർത്തിക്കുന്ന അനേകം എളിമയിൽ വളരെ ലിമിറ്റഡ് സോഴ്സ് കൊണ്ട് വളരെ ഉന്നതമായ ക്വാളിറ്റിയിൽ വളരെ നല്ല ശുശ്രൂഷ നൽകുവാൻ ഇവിടെ പിന്നാമ്പുറങ്ങളിൽ കഷ്ടപ്പെടുന്ന അനേകരുണ്ട്. അവരെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. കരം നീട്ടി ഈ സ്ക്രീനിലേക്കൊന്ന് പിടിക്കാവോ? നമ്മൾ ഗോഷ്ഠി കാണിക്കുകയല്ല. നമ്മുടെ ഹൃദയത്തിൽ നമുക്കിപ്പം TV ചാനലിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഞാനും ഫ്രാൻസിസ് അച്ഛനും ഇവിടെ ഒരുമിച്ചിരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൗരോഹിത്യത്തിൻ്റെ ഐക്യത്തിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അവിടെ നിന്ന് കരം നീട്ടി പ്രാർത്ഥിക്കണം. ഇതിലൂടെ വരുന്ന ശുശ്രൂഷ ഒരു പ്രോഗ്രാമായി പോകരുതേ കർത്താവേ. അഭിഷേകത്തിൻ്റെ നിറവുണ്ടാകണമേ. ഈ കുടുംബ ധ്യാനം കർത്താവേ ഒരു പിടി മക്കളെ തൊടണമേ. അവർക്ക് അഭിഷേകവും നന്മയും നൽകണമേ. കരം ഉയർത്തി ഷക്കീന ടിവിക്ക് വേണ്ടിയും ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയും അസിസി പ്രയർ ഗ്രൂപ്പിന് വേണ്ടിയും മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിക്കാം. മനസ്സ് തുറന്ന് നിങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തേക്ക് ഈ ശബ്ദം ഒന്ന് കേൾക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഫ്രാൻസിസ് അസീസിയുടെയും ഫ്രാൻസിസ് സേവ്യറിൻ്റെയും അഗസ്റ്റീനോസിൻ്റെയും മോനിക്കാമ്മയുടെയും മധ്യസ്ഥം തേടുന്നു. പാദ്രിപ്പിയുടെയും മദർ തെരേസയുടെയും ജോൺ ബോൾ കുടുംബങ്ങളുടെ മാർപ്പാപ്പയായ ജോൺ ബോളിൻ്റെയും മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നു. ജിയാന പുണ്യവതിയുടെ പ്രത്യേക മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കാണും, അറിയാത്ത കാര്യങ്ങൾ കാണും. അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്നെടുക്കണം, പെട്ടെന്ന് മനസ്സിൽ ഉറപ്പിച്ച വചനം എഴുതിയിടണം. നമ്മൾ അല്പസമയമേ ഉള്ളൂ, ഇതാ എന്നും പറയുന്ന പോലെ ഈ സമയം കടന്നു പോകും. അപ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം, വർഷങ്ങൾ കൊണ്ട് ആർജിച്ചെടുത്ത അനുഭവങ്ങൾ നമുക്ക് ഈ ചെറിയ സമയത്ത് തരണേ എന്ന് പ്രാർത്ഥിക്കണം. 55 ദിവസത്തിൻ്റെ ക്ലൈമാക്സ് ആയി ഈ കുടുംബധ്യാനത്തെ കിരീടമണിയിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇന്നലെ ഒരു അപ്പൻ എന്നോട് പറയുകയാണ്, അച്ഛാ 55 ദിവസം കൂടിയവരാണ് ഞങ്ങൾ, 55 ദിവസം ഒരുപാട് പ്രാർത്ഥിച്ചവരാണ് ഞങ്ങൾ. ഞാനൊരു അപ്പനെ ചെന്ന് ശാസിക്കേണ്ടി വന്നു. രാവിലെ മുതൽ എൻ്റെ സ്വന്തം അപ്പൻ്റെ സ്ഥാനത്തുള്ള ഒരാൾ രാവിലെ മുതൽ ഉപവാസമാണ്. രാവിലെ കഴിച്ചുകൊള്ളൂ, ഉച്ചയ്ക്ക് കഴിക്കണ്ട എന്ന് ഉപവസിച്ചാൽ മതി എന്ന് പറയേണ്ടി വന്നു. അപ്പോൾ ഷാഠ്യം പിടിച്ച ഉപവാസങ്ങളോടുകൂടി 55 ദിവസം ദേവാലയ നടയിലിരിക്കുന്നത് പോലെ ഈ ചാനലിലൂടെ ദൈവത്തെ സ്തുതിച്ച് അനേകർ ഈ ശുശ്രൂഷയിലുണ്ടായിരിക്കാം. അവർക്കെല്ലാം കർത്താവിൻ്റെ മഹത്വം നേരുന്നു. ആമേൻ. ഹല്ലേലൂയ. 2 സാമുവേൽ 7-ാം അധ്യായം
2 സാമുവേൽ 7-ാം അധ്യായം 26-ാം വാക്യം. സത്യത്തിൽ ഈ ഒരൊറ്റ വാക്യമേ നമ്മൾ ഇന്ന് പഠിക്കുന്നുള്ളൂ. 2 സാമുവേൽ 7-ാം അധ്യായം 26-ാം വാക്യം. അപ്പം നിങ്ങൾ ഈ വചനത്തിൻ്റെ ഈ സമയത്ത് തന്നെ ഈ കുടുംബ ധ്യാനത്തിൻ്റെ മണിമുറ്റത്ത് വെച്ച് തന്നെ ഈ വചനം പഠിക്കണം. 2 സാമുവേൽ 7-ാം അധ്യായം 26-ാം വാക്യം. അങ്ങയുടെ നാമമെന്നും വാഴ്ത്തപ്പെടട്ടെ, അങ്ങയുടെ നാമമെന്നും വാഴ്ത്തപ്പെടട്ടെ. സർവശക്തനായ കർത്താവാണ്, ഇസ്രായേലിൻ്റെ ദൈവമെന്ന് പ്രഘോഷിക്കപ്പെടട്ടെ. അങ്ങയുടെ ദാസനായ ദാവീദിന്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ സ്ഥിരമാകട്ടെ. തീർന്നു, നമ്മുടെ പഠനം തീർന്നു. ഒരൊറ്റ വചനത്തെ ചുറ്റിപ്പറ്റിയാണ് നിസാരരായ നമ്മുടെ പഠനം. നിങ്ങൾ ആ വചനം ഒന്ന് മനസ്സിൽ പറഞ്ഞ് 2 സാമുവേൽ 7:26. ഇനി മരണം വരെ കുടുംബസ്ഥർ മറക്കരുത്. ഇനി മരണം വരെ നെഞ്ചത്തു നീ വചനം അടർത്തി മാറ്റരുത്. ഒരു കുടുംബ ധ്യാനത്തിൽ ചങ്കിലേക്ക് വെക്കാവുന്ന ഏറ്റവും നല്ല വചനമായി കുടുംബങ്ങളെക്കുറിച്ച് പഠിക്കാൻ എനിക്ക് പറ്റിയതുകൊണ്ട് മാർപ്പാപ്പയുടെ സ്ഥാപനത്തിൽ പഠിച്ചതിൻ്റെ ഒരു അഭിമാനമുണ്ട്, അഹങ്കാരമല്ല. കുടുംബങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോൾ ഹൃദയം ജ്വലിച്ചു. അന്ന് പഠിച്ചൊരു വചനമാണ് 2 സാമുവേൽ 7:26. അങ്ങയുടെ നാമമെന്നും വാഴ്ത്തപ്പെടട്ടെ. ആരാ പ്രാർത്ഥിച്ചത്? ദാവീദ്. ദാവീദ് ആരാണ്? ഒരു നല്ല അപ്പൻ. ഒരു കുടുംബസ്ഥനായ ദാവീദ് പ്രാർത്ഥിക്കുക, അങ്ങയുടെ നാമമെന്നും വാഴ്ത്തപ്പെടട്ടെ. 2 സർവശക്തനായ കർത്താവാണ്, ഇസ്രായേലിൻ്റെ ദൈവമെന്ന് പ്രഘോഷിക്കപ്പെടട്ടെ. അതിൻ്റെ ഫലമായി അങ്ങയുടെ ദാസനായ ദാവീദിൻ്റെ കുടുംബം നിന്റെ മുമ്പിൽ സ്ഥിരമായി നിൽക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മനസ്സിലായോ? നമ്മുടെ കുടുംബം ഒലയരുത്, നമ്മുടെ കുടുംബം തളരരുത്, തകരരുത്, ചാഞ്ചാടരുതെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഓരോ അപ്പനും അമ്മയും. എൻ്റെ കുടുംബത്തെ കർത്താവേ, എൻ്റെ കുടുംബത്തെ ഉലയാതെ പിടിച്ചു നിർത്തണേ. നമ്മുടെ എല്ലാ സ്വപ്നമാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന, ധ്യാനം കൂടുന്ന 100 പേരുണ്ടെങ്കിൽ 1000 പേരുണ്ടെങ്കിൽ അവരുടെ സ്വപ്നം, അപ്പാ ദൈവമേ, എൻ്റെ കുടുംബം ഒലയരുത്, എൻ്റെ കുടുംബം തകരരുത്. അത് അങ്ങയുടെ മുമ്പിൽ സെഹിയോൻ പർവ്വതം പോലെ ഉറച്ചു നിൽക്കണം. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞുങ്ങൾ ചിന്ന ഭിന്നമാകരുതേ, നശിച്ച് നാരായണക്കല്ല് പിടിക്കല്ലേ. എൻ്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ സെഹിയോൻ പർവ്വതം പോലെ സ്ഥിരമായി നിൽക്കണം. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ എല്ലാ സ്വപ്നം എന്താണ്? എൻ്റെ കുടുംബം തകരരുത്, ഉലയരുത്, അങ്ങയുടെ മുമ്പിൽ നിന്ന് മാറിപ്പോകരുത്. അങ്ങയുടെ കൺമുമ്പിൽ കൃപയുടെ മഴ നനഞ്ഞുകൊണ്ട് അങ്ങനെ 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 എൻ്റെ കുടുംബം നിൽക്കണം. ഈ സ്വപ്നമുള്ള ദാവീദ്, ഈ മഹാസ്വപ്നമുള്ള ദാവീദ് അതിനു മുമ്പ് പറഞ്ഞ 2 കാര്യം പ്രിയപ്പെട്ട അപ്പനും അമ്മയും സഹോദരങ്ങളും കുഞ്ഞുങ്ങളും മറക്കരുത്. ഈ പ്രാർത്ഥന സ്വർഗത്തിന് കൊടുക്കും മുമ്പ് ദാവീദ് 2 കാര്യം പറയുക. ലെറ്റ് ദൈ നെയിം ബി ഗ്ലോറിഫൈഡ്. അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ, അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. 2 അങ്ങാണ് കർത്താവെന്ന് ഇസ്രായേൽ മുഴുവൻ പ്രഘോഷിക്കപ്പെടട്ടെ. നിങ്ങൾക്ക് എന്ത് പിടികിട്ടി? നിങ്ങൾക്ക് എന്ത് പിടികിട്ടി? നമ്മുടെ കുടുംബങ്ങൾ ഉലയുന്നുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബങ്ങൾ ഉറച്ചു നിൽക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ഈ 2 കാര്യം നടക്കുന്നില്ലെന്ന് വ്യക്തം. ഏത് 2 കാര്യം? നമ്മുടെ കുടുംബത്തിൽ സർവശക്തനായ അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടുന്നതിൽ തടസ്സമുണ്ട്. അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടുന്നതിൽ തടസ്സം. ലെറ്റ് ദൈ നെയിം ബി ഗ്ലോറിഫൈഡ്. ഈശോ ഒരു പ്രാർത്ഥന ചൊല്ലിയപ്പോൾ ആദ്യം ചൊല്ലിയതെന്താ? അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? അങ്ങേക്ക് ആരാധന അർപ്പിക്കപ്പെടട്ടെ. കുടുംബങ്ങൾ ഒലയുന്നുണ്ടെങ്കിൽ ഒരു തർക്കവും വേണ്ട. ഈ ശുശ്രൂഷയിൽ അറിയാത്തൊരു കാര്യവും പറഞ്ഞു വരുന്നില്ല. എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാളിൽ നിന്നെങ്കിലും നിർമ്മലമായ ആരാധനയുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചുകൊള്ളൂ, ഏത് പെടാപ്പാടിൽ നിന്നും ഏത് പ്രശ്നങ്ങളിൽ നിന്നും എൻ്റെ കുടുംബം ഉലച്ചിൽ നിന്ന് മറിഞ്ഞ് തിരിഞ്ഞ് അരകല്ലിരിക്കുന്നത് പോലെ ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരും. ഒരാൾ ആരാധിച്ചാൽ മതി. റോമാ 5:19 ഞാൻ ആദ്യം പറഞ്ഞത് മറക്കരുത്. ഒരു പക്ഷേ തലതെറിച്ച ഒരു മകനായിരിക്കാം, തലതെറിച്ച ഒരു അമ്മയായിരിക്കാം, തലതെറിച്ച ഒരു അപ്പനായിരിക്കാം. പക്ഷേ ഏക മകനിൽ നിന്നൊരു ആരാധന സ്വർഗത്തിലേക്ക് പോയാൽ ആ ആരാധനയുടെ നൂലിൽ കെട്ടി ദൈവം നൂലെ കെട്ടിയതുപോലെ ഇറങ്ങി വരും. നമ്മുടെ ആൾക്കാർ പറയത്തില്ല, എന്നാ നൂലെ കെട്ടി ദൈവം ഇറങ്ങി വരുമോ? പിന്നെ എന്നാ ദൈവം എന്നാ നൂലെ കെട്ടി ഇറങ്ങി വരാൻ പോകുന്നോ? നൂലെ കെട്ടി ദൈവം ഇറങ്ങി വരും. ഒരുവൻ്റെ ആരാധനയുടെ ധൂപം ഉയരുന്നിടത്ത് നിന്ന് ഏണിപ്പടി ചവിട്ടി ഇറങ്ങുന്നത് പോലെ നിന്റെ വീട്ടിലേക്ക് ദൈവം ഇറങ്ങി വരിക തന്നെ ചെയ്യും. അങ്ങയുടെ നാമം വാഴ്ത്തപ്പെട്ടാൽ അത് സംഭവിക്കും. നമ്മുടെ കുടുംബം പോലെയില്ല. വളരെ വ്യക്തിപരമായൊരു കാര്യം പറയാം, വളരെ വ്യക്തിപരമായൊരു കാര്യം. കുട്ടനാട്ടിൽ ചമ്പക്കുളത്താണ് എൻ്റെ വീട്. ഞങ്ങളുടെ കുടുംബം കാര്യം മുഴുവൻ പറയാൻ സമയമില്ല. കുട്ടനാട്ടിൽ ചമ്പക്കുളത്താണ് അച്ഛൻ്റെ വീട്. ഞങ്ങളുടെ വീട് മുഴുവനും നരകത്തി അനുഭവിച്ച ഒരു അപമാനത്തിലൂടെ കടന്നുപോയി. ഒരു മോഷണ കേസിൽ ഞങ്ങൾ പിടിക്കപ്പെട്ടു. സത്യത്തിൽ വിവരങ്ങൾ പറയാൻ മടിയുണ്ടായിട്ടല്ല, സമയമില്ലാത്തത് കൊണ്ടാണ്. ഒരു മോഷണ കേസിൽ പിടിക്കപ്പെട്ടു. നിങ്ങൾ ഓർക്കണം,
ദൈവത്തിൻ്റെ കരുണയാൽ എനിക്കൊരു ജ്യേഷ്ഠൻ വൈദികനുണ്ട് മലങ്കര സഭയിൽ. ചേച്ചി കന്യാസ്ത്രീയുണ്ട് ശുദ്ധ ലത്തീൻ റീത്തിൽ. ഞാൻ സീറോ മലബാറിൽ 3 റീത്തിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് ശുശ്രൂഷകരുണ്ട്. അപ്പം എൻ്റെ ചേട്ടായി പഠിക്കുന്ന സമയത്ത് പെങ്ങളുടെ ഉടുപ്പിടിച്ചിൽ നടക്കുന്ന സമയത്ത് ഒരു മോഷണ കേസിൽ ഞങ്ങൾ പിടിക്കപ്പെട്ടു. എന്ത് ഏത് എന്ന് പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. സത്യത്തിൽ നെല്ല് മോഷണ കേസിലാണ്. നെല്ല് ചേട്ടൻ വില കൊടുത്താണ് വാങ്ങിയത്. പക്ഷേ മേടിച്ച നെല്ല് മോഷണ മുതലായിരുന്നു. മോഷണ മുതൽ ഞങ്ങൾ പിടിക്കപ്പെട്ടു. ആ കാലഘട്ടത്തിൽ ആൾക്കാർക്കൊരാഗ്രഹം, ചേട്ടന് സെമിനാരി പഠിക്കുന്ന ചേട്ടനുണ്ടല്ലോ, ഒരാൾ മഠത്തിലും പോയിട്ടുണ്ടല്ലോ, എന്നാ കുടുംബമാണ്, എന്ത് കുടുംബമാണ്, മോഷണ കേസിൽ പിടിക്കപ്പെട്ടില്ലേ, ചേട്ടനെ വിലങ്ങ് വെച്ച് നടത്തണമെന്നൊരാഗ്രഹം. ഞാൻ വളരെ ഷോർട്ടായിട്ട് പറയുക, ഞങ്ങളുടെ കുടുംബം നരകത്തീയിലാണ്. മനസ്സ് ഇന്നത്തെ പോലെയൊന്നുമല്ല. അന്നൊരു അപമാനമൊന്നും ഒരു കുടുംബത്തിന് താങ്ങത്തില്ല. 10-40 വർഷം മുമ്പ് നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഒരു കേരളത്തിൽ ഒരു നല്ല കത്തോലിക്ക കുടുംബത്തിന് ഒരു അപമാനം താങ്ങത്തില്ല. അതും ഒരു പൊതു അപമാനം. ഞങ്ങളുടെ വീട്ടിൽ ചോറ് വെച്ചിട്ട് ദിവസങ്ങളായി ഞങ്ങളുടെ വീട്ടിൽ വല്ലാത്ത ഭാരങ്ങളിലിരിക്കുക. അമ്മ മൂലയ്ക്കിരിക്കുന്നു, അച്ചാച്ചൻ ഓടുകയാണ് അന്ന് വില്ലേജ് ഓഫീസറെ കണ്ട് സ്വാധീനിക്കാൻ. അന്നത്തെ കുട്ടനാട് MLA ഈപ്പൻ കണ്ടക്കുടിയെ കണ്ട് ഒരു ശുപാർശ കത്ത് വാങ്ങാൻ, ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് വിടുവിക്കാൻ. മറ്റ് ചേട്ടന്മാർ, മിലിറ്ററിയിലുള്ള ചേട്ടന്മാർ അച്ഛന്മാരെ കാണാൻ വേണ്ടി പോകുന്നു. പഴയ അച്ഛന്മാരോട് ഞങ്ങളെക്കുറിച്ച് അഭിപ്രായം ചോദിക്കാൻ വേണ്ടി പോകുന്നു. എങ്ങനെങ്കിലും നാട്ടുകാരുടെ ഈ ക്രോധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. ചേട്ടനെ വിലങ്ങ് വെച്ച് നടത്തണമെന്ന് കുറേ ആളുകൾ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം മോശം മുതൽ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ്. ഞങ്ങൾ പണം കൊടുത്തു, അതൊന്നും ആൾക്കാർക്ക് അറിയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ തകർന്നിരിക്കുന്ന ഈ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പനോടുന്നു ശുപാർശക്കത്തിന്, അമ്മ ചേച്ചി പായുന്നു, ചേട്ടനോടുന്നു വില്ലേജ് ഓഫീസറുടെ പിന്നാലെ, അച്ഛന്മാരുടെ ശുപാർശക്കത്തിന് വേണ്ടി വേറെ ചേട്ടന്മാർ, ബന്ധുക്കൾ ഓടുന്നു. എൻ്റെ അമ്മ മാത്രം അടുക്കളയുടെ പഴകിയ പാതകത്തിൻ്റെ അടുത്ത് ആ മുഷിഞ്ഞ ഭിത്തിയിൽ തലവെച്ചൊരു കൊരണ്ടിയിലിരുന്ന് ചാരിപ്പറഞ്ഞ വാക്കുകൾ ഏതാണ്ട് ഞാൻ ഈ വർഷങ്ങൾക്ക് ശേഷം ഓർക്കുന്നു. ഞാൻ മുറുകെ പിടിച്ച ദൈവം എൻ്റെ കുഞ്ഞിൻ്റെ തല താഴ്ത്തുകയില്ല. ഞാൻ മുറുകെ പിടിച്ച ദൈവം എൻ്റെ കുഞ്ഞിൻ്റെ തല താഴ്ത്തുകയില്ല. ഞാൻ ആരാധിച്ച ദൈവം എൻ്റെ കുടുംബത്തെ ഇളകാൻ സമ്മതിക്കുകയില്ല എന്നാണ് അർത്ഥം. 2 സാമുവേൽ 7-ാം അധ്യായം 26-ാം വാക്യം. അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടുന്ന കുടുംബങ്ങൾ സ്ഥിരമായി ദൈവസന്നിധി നിൽക്കും. പ്രിയപ്പെട്ടവരെ, ശുപാർശ കത്ത് കിട്ടിയില്ല, ഒരുവനും ഒന്ന് സഹായിച്ചില്ല. എൻ്റെ അമ്മ പാതകത്തിൻ്റെ കീഴിൽ പറഞ്ഞ വാക്കുകൾ പ്രവചനമായി മാറി. ഞാൻ മുറുകെ പിടിച്ച ദൈവം എൻ്റെ കുഞ്ഞിൻ്റെ ശിരസ് താഴ്ത്താൻ സമ്മതിക്കില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ചേട്ടനെ വിലങ്ങ് വെച്ച് നടത്തിയില്ല. അന്ന് നാട്ടിൽ കുനിഞ്ഞു പോയ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേര് പറയാൻ അർഹത ഒന്നുമില്ല. ഒന്നും ദൈവസന്നിധിയിൽ പറയാൻ അർഹതയില്ല. ഇന്ന് അടിയങ്ങളുടെ കുടുംബത്തിൻ്റെ പേര് എത്രയോ ജനലക്ഷങ്ങൾക്കറിയാം. അങ്ങേ നാമം വാഴ്ത്തപ്പെടട്ടെ. അങ്ങയുടെ ദാസനായ ദാവീദിന്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ സ്ഥിരമായി നിൽക്കട്ടെ. ഇതൊരു പടപ്പുറപ്പാടാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ കുടുംബത്തിൽ ഒരാൾ ആരാധിക്കുമ്പോൾ ഒരുപക്ഷെ ആരാധിക്കാൻ മടുപ്പുള്ള ഹെറോദോസുകൾ നമ്മളെ ശല്യപ്പെടുത്തും. ഇത് ചരിത്രത്തിൻ്റെ രക്ഷാകര രഹസ്യത്തിൻ്റെ ഭാഗമാണ്. അവർ അനുനയ ഭാവത്തിലൊക്കെ വരും, ബന്ധങ്ങളും സ്വന്തങ്ങളുമെല്ലാം. ആരാധനയ്ക്ക് ആരും തടസ്സം നിൽക്കരുതെന്ന് നമുക്കൊരു വാശി വേണം. നമുക്കൊരു വാശി. ആരാധിക്കുന്നവൻ്റെ കുടുംബം ഒലയുകയില്ല എന്ന് ഉറപ്പാണ്. അന്ന് നക്ഷത്രത്തെ കണ്ടപ്പം എന്താ സംഭവിച്ചത്? ഹെറോദോസ് പറഞ്ഞു, അനുനയ ഭാവത്തിൽ പറഞ്ഞു, പോയി വരണമേ ജ്ഞാനികളെ, തിരികെ വന്ന് എന്നെ കാണണമേ, മുഖം കാണിക്കണമേ. എന്തിനാ? മുഖം കാണാനല്ല, നക്ഷത്രം പോയ വഴിയെ പോയി എനിക്കും ആരാധിക്കണം. എന്നിട്ട് ബൈബിൾ എഴുതി വെക്കുക. അവൻ ആരാധിക്കാൻ വേണ്ടി ആയിരുന്നില്ല, പിന്നെയോ അവൻ്റെ മാർഗം കണ്ടുപിടിച്ച് ക്രിസ്തുവിനെ, പൈതലായ മിശിഹായെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ പറഞ്ഞത്. അപ്പം ആരാധനയുടെ ഭാവമുള്ള അനേകം ആളുകൾ കുടുംബത്തിലുണ്ട്. ഇതിന് മാത്രം പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ പ്രാർത്ഥനയാണോ? പ്രിയപ്പെട്ടവരെ, ആരാധിക്കുന്ന സത്യസന്ധമായ ദൈവത്തെ ആരാധിക്കുകയാണ് നിങ്ങളെങ്കിൽ ഹെറോദോസ്മാർ പറയുന്ന വഴിതെറ്റിക്കുന്ന മാർഗങ്ങൾക്ക് മുമ്പിൽ തളരാതെ നക്ഷത്രത്തിൻ്റെ വഴിയെ പോകുക, ആരാധിക്കുക. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ അനേകർക്ക് പറയാൻ ഇപ്പോൾ പറ്റുന്നില്ലേ, ഞാൻ അന്ന് ഉരുകി ആരാധിച്ചത്, ദൈവത്തിന് മഹത്വം കൊടുത്തത് കൊണ്ട് എൻ്റെ കുടുംബം ഇന്ന് പാറ പോലെ ഉറച്ചു നിൽക്കുന്നു. നാനാവിധത്തിൽ ഛിന്ന ഭിന്നമായി പോകേണ്ട കുടുംബങ്ങൾ ഇന്ന് എൻ്റെ കുടുംബം ഇவ்விധത്തിൽ എൻ്റെ നാട്ടിൽ നിൽക്കുന്നതിൻ്റെ പിന്നിൽ ഞാൻ ദൈവത്തിന് കൊടുത്ത ആരാധനയാണ്. ആരാധിക്കുന്നവൻ്റെ കുടുംബം ഒലയുകയില്ല പ്രിയപ്പെട്ടവരെ, ഉലയുകയില്ല.
ശരിക്കും കുടുംബങ്ങളെ പിടിച്ചു നിർത്തുവാൻ വേറെ മന്ത്രവാക്യങ്ങളൊന്നും വേണ്ട. ഒരുപാട് കുടുംബ വിജ്ഞാനം പഠിക്കേണ്ട പ്രിയപ്പെട്ടവരെ. ഒരുപാടൊന്നും ഫാമിലിയെക്കുറിച്ച് എക്സ്കവേറ്റ് ചെയ്യേണ്ട, റിസർച്ച് നടത്തേണ്ട. ദൈവത്തെ വെറുതെ ആരാധിക്കുക, ദൈവത്തെ ആരാധിക്കുക. പണ്ട് കുഞ്ഞുനാളിൽ ഞാൻ 12 മക്കളുള്ളൊരു വീട്ടിലെ അവസാനത്തെ കുഞ്ഞാണ്. ഈ ടി വിയിൽ ഈ ശുശ്രൂഷയിൽ ആദ്യമായി വരികയാണ്. ഞാൻ കർത്താവിൻ്റെ കരുണയ്ക്ക് നന്ദി പറയുന്നു, എന്നെ കൂടി ഈ ശുശ്രൂഷയിലേക്ക് പങ്കുപറ്റാൻ ദൈവം വിളിച്ചതിന്. പ്രത്യേകിച്ച് അസിസി പ്രയർ ഗ്രൂപ്പിലൂടെ കർത്താവ് കൊണ്ടുവന്നതിന്, ഫ്രാൻസിസ് അച്ഛനിലൂടെയും എൻ്റെ പ്രിയപ്പെട്ട വർഷങ്ങൾക്ക് മുമ്പ് ഇവർ ഈ പ്രിയപ്പെട്ട ശുശ്രൂഷ സമൂഹം ധ്യാനം നടത്തുമ്പോൾ അന്നും ഓടി വന്ന് വിയർത്ത് കുളിച്ച് സഹായിച്ചിട്ടുണ്ട്, സ്നേഹിച്ചിട്ടുണ്ട്, കൂടെ പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്നേഹം കൂടിയാണ് ഇന്ന് ഇതിനെ ദൈവം ഉയർത്തുമ്പോൾ ഇതാ വീണ്ടും കർത്താവ് കൊണ്ടിരുന്നു. 12 മക്കളുള്ളൊരു വീട്ടിലെ അവസാനത്തെ ആളാണ് ഞാൻ. എൻ്റെയൊക്കെ കുഞ്ഞുകാലത്ത് നമ്മളെ ഇന്നത്തെ പോലെ കളിപ്പാട്ടങ്ങൾ കുറവാണ്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കൊക്കെ ജനിക്കുമ്പോൾ തന്നെ കാറും PP ഒക്കെ ഒരുപാട് കളിപ്പാട്ടങ്ങളുണ്ട്. എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ ഞങ്ങളുടെ വീട്ടിൽ ഒരു കളിപ്പാട്ടം വാങ്ങാനുള്ള ഗതിയില്ല. ഒരു പാവ പോലും അപ്പുറത്തെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പാവ ഞെക്കുമ്പോൾ തുപ്പുന്ന പാവ. അത് മിക്കവാറും അപ്പുറത്തെ വീട്ടിൽ ചെല്ലും, ആ പയ്യൻ പിടിച്ച് ഞെക്കും, എൻ്റെ മോന്തയ്ക്കിട്ട് തുപ്പൽ കൊണ്ട് പോരാന്നുള്ള പാവ എൻ്റെ കയ്യിലോട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, വെള്ളയ്ക്ക കൊണ്ട് ഒരുമാതിരി ഉരുട്ടുന്ന വണ്ടി അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിൽ കണ്ടിട്ടുണ്ട്. എനിക്കത് ഉരുട്ടാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. ഒത്തിരി ആശാരിപ്പണി ചെയ്യുന്ന സമൂഹം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുണ്ട്. അവരുടെ മക്കൾ നല്ല പിടിവണ്ടി, ഉന്തുവണ്ടി ഉണ്ടാക്കിക്കൊണ്ട് പോകുന്ന കണ്ടിട്ടുണ്ട്. എനിക്കത് തൊടാൻ പറ്റിയിട്ടില്ല, എനിക്ക് ലഭിച്ചിട്ടില്ല. വന്നിട്ടും പോയിട്ടും ഞങ്ങളുടെ വീട്ടിലൊരു കളിയുണ്ട്, എന്നെ കളിപ്പിക്കുന്ന കളിയാണ്. ഞാൻ കുഞ്ഞായിരിക്കുമ്പം ഈ കുസൃതിയെ എങ്ങനെയൊന്ന് കൈകാര്യം ചെയ്യണമല്ലോ. 5 പൈസയുടെ മുതൽ മുടക്കില്ലാത്ത കളിയാണ്. ആര് കണ്ടുപിടിച്ചോ പൊന്നോടേ തമ്പുരാൻ. എന്നാണെന്നറിയോ, ഇഷ്ടംപോലെ ചേട്ടന്മാരും ചേച്ചിമാരും ഉണ്ടല്ലോ, ഒരുത്തി അപ്പുറത്ത് ഒരുത്തിന് ഇപ്പുറത്ത്. എന്നിട്ട് എന്നോട് പറയും, വാവേ കാക്ക പറപറ പറഞ്ഞാൽ ഞാൻ പറയും കാക്ക പറപറ. കോഴി പറപറ, ഞാൻ കോഴി പറപറ. മാടത്ത പറപറ, മാടത്ത പറപറ. മത്സരമുള്ള സഹോദരങ്ങളെയും അതിൻ്റെ ഇടയ്ക്കൂടെ ചേട്ടായി പറയും അമ്മച്ചി പറവറ. ഞാൻ പറയും അമ്മച്ചി പറവറ. പറഞ്ഞ ചേട്ടൻ അയ്യേ അമ്മച്ചി പറക്കത്തില്ലേ, ഭയങ്കര ചിരിയാ. എന്തിനാ ചിരിച്ചെന്ന് എനിക്ക് അന്ന് അറിയത്തില്ല. ഇന്ന് ഞാൻ ചുമ്മാ മിഴുക്കശിയാ നോക്കിയിരിക്കുക. ചേട്ടൻ തന്നെ പറയുന്നു, ചേട്ടൻ തന്നെ ചിരിക്കുന്നു. നമുക്ക് ഇനിയും കളിക്കാമെന്ന് പറയും. തുമ്പി പറവറ, തുമ്പി പറവറ നോക്കിയിരിക്കുക, ഇങ്ങനെ നോക്കിയിരിക്കുക, തുമ്പി പറവറ. തത്തമ്മ പറവറ പറഞ്ഞ കൊച്ചു പറയും, ഞാൻ പറയും തത്തമ്മ പറവറ. തത്തമ്മ പറക്കുമെന്നർത്ഥം. അതിൻ്റെ ഇടയ്ക്കൂടെ ചേച്ചി പറയും അമ്മ പറവറ. നമ്മളിങ്ങനെ പറഞ്ഞ് വരുന്ന വഴിയായതുകൊണ്ട് നമ്മൾ അറിയാതെ അമ്മ പറവറ പറഞ്ഞ അയ്യേ അമ്മ പറക്കത്തില്ലേ, ഭയങ്കര ചിരിയ. ഇവർ തന്നെ പറയുന്നു, ഇവർ തന്നെ ചിരിക്കുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനൊരു കളി. വർഷങ്ങൾക്ക് ശേഷം എന്നെ ദേവാലയത്തിൽ കൊണ്ടുപോയി നിർത്തി 4ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ ഒരു ഓർമ്മയാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷെ ഞാൻ ഈ പറയുന്നതിനകത്ത് ഭാവന അല്പമുണ്ട്, ഭാഷയുടെ വ്യത്യാസമുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യം പരമമായ സത്യമാണ്. നിങ്ങൾക്കിത് മനസ്സിലാകും. ഇത് പറഞ്ഞു കഴിയുമ്പം എന്നെ ദേവാലയത്തിൽ കൊണ്ടുപോയി അമ്മ നിർത്തി. ഞാനിവിടെ നിൽക്കാനാ. നമ്മുടെയൊക്കെ കുഞ്ഞ് ബാല്യങ്ങളിലൊക്കെ ഒരുപാട് കുസൃതിയുണ്ട്. എനിക്കെന്നെ അവിടെ പാട്ട് വരുമ്പോൾ ഞാൻ നോക്കും, പാട്ട് വരുമ്പോൾ അങ്ങോട്ട് നോക്കും. പിന്നെയും എനിക്ക് വേറെ അശ്രദ്ധയാണ്. അപ്പം അമ്മ പറയും, എൻ്റെ പൊന്നുമോനെ ഞാനൊന്ന് കുർബാന കൂട്ടാം, എൻ്റെ പൊന്നുമോനെ ഈശോയാടാ നീ ആരാധിക്കടായി. എവിടെ ഞാൻ അമ്മച്ചേരെ തള്ളവല്ല ഇങ്ങനെ ഉപ്പൂറ്റി കുത്തിപ്പിടിങ്ങനെ ഡാസിൽ ചെയ്ത് ആടുക. അമ്മച്ചേരെ മുണ്ടിനകത്തൂടെ കയറി അങ്ങോട്ട് പോവുക, ഇങ്ങോട്ട് ഇറങ്ങുക. പിന്നെ അമ്മച്ചേരെ കൊന്ത ഇങ്ങനെ നീണ്ടു കിടക്കും, പള്ളിമണിയെ തൂങ്ങിക്കിടക്കുന്ന പോലെ ആ കൊന്തയെ തൂങ്ങിപ്പിടിക്കുക. അമ്മച്ചി ചെറുക്കയുടെ എൻ്റെ പൊന്നു കുഞ്ഞ് നീ എന്നെ എന്താടാ കാണിക്കുന്നത്, എൻ്റെ ചെറുക്കയുടെ ഈശോയാടാ. അമ്മച്ചി ഇങ്ങനെ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴും എൻ്റെ പൊന്നുമോനെ നിനക്ക് പായസം വെച്ച് തരാടാ. ഞാനിത് പായസമൊന്നല്ല അടപ്രഥമെന്ന് കേട്ടാൽ ഞാൻ അടങ്ങത്തില്ല, ഭയങ്കര ബഹളിയാണ്. എൻ്റെ പൊന്നുമോനെ നിൻ്റെ കൂട്ടുകാരൻ തോമസ് കുട്ടി ഇവിടെ നിൽക്കുന്ന കണ്ടേടാ. എൻ്റെ പൊന്നുമോനെ ഞാൻ സാറിനോട് പറയും കേട്ടോ, അയ്യോ ക്ഷമ കാണിച്ചാലോ സ്നേഹം കാണിച്ചാലോ പായസം തരുമെന്ന് പറഞ്ഞാൽ ഞാനവിടെ കിടന്ന് ഇളകി മറിയുക. അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഇങ്ങനെ നോവിക്കാതെ നോവിച്ചുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് ചെറുക്ക നോക്കി ഈശോ. അങ്ങനെ ഒരിക്കൽ നോക്കുമ്പം ഞാൻ കാണുകയാണ് നമ്മുടെ ദേവാലയത്തിൽ എല്ലാവരെക്കാട്ടിലും പൊക്കത്തിൽ എൻ്റെ കൂട്ടുകാരൻ ജോസഫ് കുട്ടിയേക്കാൾ പൊക്കത്തിൽ, എന്നെ പഠിപ്പിക്കുന്ന കിഴക്കമ്പലത്തിലെ തോമസ് സാറിനേക്കാൾ പൊക്കത്തിൽ, എൻ്റെ പൊക്കമുള്ള അപ്പനേക്കാൾ പൊക്കത്തിൽ, അല്ല പള്ളിയിലെ എല്ലാവരെക്കാളും പൊക്കത്തിൽ ദേവാലയത്തിൻ്റെ നടുവൾത്താറയിൽ പടികൾക്ക് മുകളിൽ വർണ്ണ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഇതാ കയ്യിൽ പ്രാവ് പോലെ പറന്നു നിൽക്കുന്നൊരു വെള്ള അപ്പവുമായി പുരോഹിതൻ നിൽക്കുന്നു, ഞങ്ങളെ നയിക്കുന്ന പുരോഹിതൻ നിൽക്കുന്നു. അമ്മ പറയുന്നു, കുഞ്ഞേ അത് ഈശോയാണ്. എന്നെ തൊട്ടത് എന്താണെന്നറിയാവോ? അത് ഈശോയാണെന്നതിനേക്കാൾ ഈശോ എവിടെയാണെന്നാ എന്നെ സ്പർശിച്ചത്. ഞാൻ നോക്കിയപ്പോൾ പറന്നുയർന്നു നിൽക്കുന്ന ഒരു വെള്ളരി പ്രാവ് പോലെ വൈദികൻ്റെ കരങ്ങളിൽ കർത്താവ് നിൽക്കുന്നു. അത് ഈശോയാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാരണം ആഴമായൊരു വിശ്വാസം അമ്മ തന്നിരുന്നു. പക്ഷേ ഇപ്പോൾ എവിടെയാണ് ആ ഈശോ നിൽക്കുന്നത്? കർത്താവ് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എല്ലാവരെക്കാളും പൊക്കത്തിൽ. പെട്ടെന്ന് ഞാൻ ഓർത്തു, പണ്ട്
പണ്ട് ഈ പാപ്പച്ചനും മറിയുമയൊക്കെ എന്നെ കളിയാക്കി പറഞ്ഞു, കോഴി പറക്കും, പ്രാവ് പറക്കും, തത്തമ്മ പറക്കും, തുമ്പി പറക്കും, പക്ഷേ അമ്മ പറക്കില്ല. മാടത്ത പറക്കും, പ്രാവ് പറക്കും, കോഴി പറക്കും, താറാവ് പക്ഷെ പറന്നേക്കും, അച്ചാച്ചൻ പറക്കില്ല, നീ പറക്കില്ല. ഇതാ എൻ്റെ അമ്മ പറയുന്നു, എല്ലാവരെക്കാളും പൊക്കത്തിൽ പറന്നു നിൽക്കുന്ന തിരുവോസ്തി നിന്റെ കർത്താവാണ്. എൻ്റെ ഉള്ള് അന്ന് അത്തരിമണിപ്രായത്തിൽ എൻ്റെ ചങ്കിൽ എഴുതി വെച്ചു, നിന്റെ ദൈവം പറക്കുമെങ്കിൽ, നിന്റെ ദൈവം, നീ ആരാധിക്കുന്ന ദൈവം പറക്കുന്ന വെള്ളരിപ്രാവ് പോലെ പറക്കുന്ന, വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ 7 കുതിരകളെ പൂട്ടിയ, വെള്ളക്കുതിരകളെ പൂട്ടിയ സ്വർണ്ണരഥത്തിൽ പറക്കുന്ന നിന്റെ കർത്താവാണെങ്കിൽ, വെളിപാടിൻ്റെ 19-ാം അധ്യായം പറയുന്നു, ഇതാ വെള്ളക്കുതിരകളെ പൂട്ടിയ സ്വർണ്ണരഥത്തിൽ മനുഷ്യപുത്രൻ, ദൈവവചനം, മഹത്വ സ്വരൂപൻ, അവൻ പറക്കുമെങ്കിൽ, അവൻ പറക്കുമെങ്കിൽ അവനെ ആരാധിക്കുന്നവനും പറക്കും, അവനെ ആരാധിക്കുന്നവനും പറക്കും. ലെറ്റ് ദൈ നെയിം ബി ഗ്ലോറിഫൈഡ്. അങ്ങേ വാഴ്ത്തുന്ന കുടുംബങ്ങൾ ഐശ്വര്യത്തിലും സൽപ്പേരിലും സമ്പത്തിലും പറന്നേ പറ്റൂ. അത് ദൈവ നിയമമാണ്. ഇന്ന് താഴ്വാരങ്ങളിൽ എഴഞ്ഞെങ്കിൽ നാളെ പറക്കുക തന്നെ ചെയ്യും. ഉറപ്പിക്കാൻ നിങ്ങൾക്ക് ഇത് സുഖപ്രദമായൊരു ദൂത് പറയുകയല്ല, ഒരു സൈക്കോളജിക്കൽ അപ്ലിഫ്റ്റിംഗ് അല്ല, മനഃശാസ്ത്രപരമായൊരു സപ്പോർട്ടല്ല, പിടിച്ചു നിർത്താൻ പറയുന്ന ഒരു വേദാന്തമല്ല. വചനം പറയുന്നു, അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറയുന്ന കുടുംബം സ്ഥിരമായി നിൽക്കുമെന്ന് മാത്രമല്ല, അതിൻ്റെ ഐശ്വര്യം വലുതായിരിക്കും. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം കൊടുത്ത് ഹല്ലേലൂയ. കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുവേ നന്ദി, ആരാധന. പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വത്സലമുള്ള സഹോദരങ്ങളെ, ഈ ആരാധനയും കുടുംബ ബന്ധവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ ആരാധനയും ദാമ്പത്യവും തമ്മിലുള്ള ബന്ധമാണ്. ഇവിടെയാണ് ഒരു പരാജയമുള്ളത്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 37-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടിയാണ്. എന്ന് വെച്ചാൽ ആരാധനയും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടിയാണ്. പൂർണ്ണ ആത്മാവും പൂർണ്ണ മനസ്സും പൂർണ്ണ ശരീരവും ആരാധനയിലാകട്ടെ, ദാമ്പത്യത്തിലാകട്ടെ, ശ്രദ്ധിച്ചേ, ആരാധനയിലാകട്ടെ, സ്നേഹത്തിലാകട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ചേ, ആരാധനയിലാകട്ടെ, ദാമ്പത്യത്തിലാകട്ടെ, ലൈംഗികതയിലാകട്ടെ, ഇത് 3 ഒന്നിക്കണം. നാം ദൈവത്തെ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുമ്പം ദാമ്പത്യ ബന്ധത്തിലും ആ പൂർണ്ണാത്മാവും പൂർണ്ണ മനസ്സും പൂർണ്ണ ശക്തിയും എഴുന്നള്ളി വരും. അങ്ങനെ ആരാധനയും ദാമ്പത്യവും ഒന്നാകും. ഞാൻ പെട്ടെന്നൊരു ഉദാഹരണം പറയാം. സാമുവേലിന്റെ 1-ാം പുസ്തകത്തിൽ എൽക്കാനയും ഹന്നയും ഒരുമിച്ച് പറഞ്ഞ് ഹല്ലേലൂയ, 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 സ്വരമുയർത്തി ഹല്ലേലൂയ. എൽക്കാനയ്ക്ക് വേറൊരു ഭാര്യയുണ്ട്, പെനീനയ്ക്ക് മക്കളുണ്ട്. എൽക്കാനയ്ക്ക് ഹന്നയിൽ മക്കളില്ല. ഹന്ന വന്ധിയാണ്, വിധവയാണ്, വന്ധിയാണ്. മച്ചി എന്ന് മലയാള ഭാഷയിൽ പറയും, മച്ചിപ്പെണ്ണ്, വന്ധ്യമായ ഉദരം. അവൾ കരയാൻ തുടങ്ങി, പടയാൻ തുടങ്ങി, വിതുമ്പാൻ തുടങ്ങി, നിരാശപ്പെടാൻ തുടങ്ങി. ഉടനെ എൽക്കാന വന്നിട്ട് പറഞ്ഞു, പെണ്ണേ, കന്യകപ്പെണ്ണേ, നീ കരയുന്നത് എന്തിനാ? നിനക്ക് ഞാൻ 10 പുത്രന്മാരെക്കാൾ എൻ്റെ 10 പുത്രന്മാരുടെ സ്നേഹമല്ലേ നിനക്ക് ഞാൻ തരുന്നത്? നീ എന്തിനാ കരയുന്നത്? മക്കളില്ലെങ്കിൽ ഞാൻ നിനക്കില്ലേ? അങ്ങനെ പറഞ്ഞ ഒരു അമ്മയ്ക്ക് മതിയാകുമോ? അമ്മയ്ക്ക് മതിയാകുമോ? ഭർത്താവ് 100 പുത്രന്മാരുടെ സ്നേഹം തന്നാലും മക്കൾക്ക് പകരം മക്കൾ മാത്രം. അവൾക്കറിയാൻ തുടങ്ങി. ബൈബിളിൽ ഞാൻ അല്പം മാറ്റിപ്പറയാം, വായിക്കുമ്പോൾ പിടികിട്ടും. അപ്പോൾ എൽക്കാന എന്ത് ചെയ്തു? അവളോട് പറഞ്ഞു, കം ടു ഷീലോ, ഷീലോയിലേക്ക് പോകാം. എന്താ ഷീലോ? എന്താണ് ഷീലോ? ആരാധനയുടെ ബലിപീഠമുള്ള സ്ഥലം. വലതുകരം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, സ്വരം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, പൂർണ്ണ സ്വരത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ. ഭാര്യയുടെ മനസ്സിടിഞ്ഞപ്പോൾ, മുഖം വിഷാദിച്ചപ്പോൾ, തകർന്നപ്പോൾ, നയപരമായ ശൈലി കൊണ്ട് നടക്കില്ലെന്ന് മനസ്സിലായി. മുത്തേ, ചക്കരെ, പൊന്നെ, ഞാൻ നിനക്കില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും അവളുടെ മനസ്സിനെ വാറ്റിയില്ല. അവളുടെ മനസ്സിൻ്റെ വേദന തണുപ്പിച്ചില്ല. അപ്പോൾ എൽക്കാന മനുഷ്യബുദ്ധി ഉപേക്ഷിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഷീലോയിലേക്ക് പോകാം. ആരാധനയുടെ ബലിപീഠത്തിൽ പോയി അവൾക്ക് കരയാനും വിതുമ്പാനും തമ്പുരാനോട് സംവേദിക്കാനും എൽക്കാന ഇടം കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭാര്യ മങ്ങുമ്പോൾ ഭർത്താവ് ആരാധനയ്ക്ക് ഉണർത്തണം.
ഭർത്താവ് മങ്ങുമ്പോൾ ഈ മാനുഷിക സ്നേഹത്തിനപ്പുറം ഭാര്യ ആരാധനയ്ക്ക് ഉണർത്തണം. ആരാധനയ്ക്ക് കൊടുക്കുന്ന ഉണർവ് നമ്മുടെ ബന്ധങ്ങളെ മുഴുവൻ നവീകരിക്കും. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. എന്താ അവിടെ സംഭവിച്ചത്? അവള് പോയി കരയാൻ തുടങ്ങി, വിതുമ്പാൻ തുടങ്ങി, ഹൃദയം ദൈവത്തിന് കൊടുക്കാൻ തുടങ്ങി. ഉടനെ പുരോഹിതൻ വന്നിട്ട് തൊട്ടു. അവിടെ അധരം ഇങ്ങനെ ചെറുപുറ അനങ്ങുന്നുണ്ട്, എന്തൊക്കെയോ വിതുമ്പുന്നുണ്ട്, പദം പെറുക്കുന്നുണ്ട്. പുരോഹിതൻ വന്നിട്ട് തൊട്ട്, പെണ്ണേ എഴുന്നേക്ക്. അവക്കൊന്നും മനസ്സിലായില്ല. നീ മദ്യപിച്ചിട്ടുണ്ടോ? അവള് ചത്തുപോയി. നീ മദ്യപിച്ചിട്ടുണ്ടേ പുറത്തു പോ. അച്ഛൻ ദേഷ്യപ്പെട്ടു. അവള് പറഞ്ഞു, എൻ്റെ പുരോഹിതദാസ, ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ പിടപ്പുകൾ ദൈവത്തോട് പറയുകയായിരുന്നു. അവിടെ വെച്ച് അതങ്ങ് തീരുകയാണ്. എന്താ സംഭവിച്ചത്? ഈ ആരാധനയ്ക്ക് ശേഷം ഹന്ന ഗർഭസ്ഥയായി. ചരിത്രത്തിൽ കർത്താവ് നമ്മളോട് കാര്യം പറയുക, ആരാധനയിൽ എൻ്റെ മക്കൾ ജന്മമെടുക്കണം. ആരാധനയിൽ മക്കൾ ജന്മമെടുത്തില്ലെങ്കിൽ, ആരാധനയിൽ ജന്മമെടുക്കാത്ത മക്കൾക്ക് വേണ്ടി നിങ്ങൾ ആരാധന അർപ്പിക്കണം. പണ്ട് 25 വർഷം മുമ്പ് ജനിച്ച നിങ്ങളുടെ ഒരു കുഞ്ഞ് മകൾ ആരാധനയിലല്ല ജന്മമെടുത്തത്, ആസക്തിയിലാണ് ജന്മമെടുത്തത്. ശരീരത്തിൻ്റെ മാത്രം കൊതികളിലാണ് എൻ്റെ 2 മക്കൾ പിറന്നത്. പേടിക്കണ്ട. ആരാധനയിൽ പിറന്നില്ലെങ്കിൽ ഇന്ന് ആരാധനയിൽ തിരിച്ച് പറക്കാൻ ജന്മ അവസരം കൊടുത്താൽ മതി. സാമുവേൽ പിറക്കുന്നത് ഷീലോയിലെ ആരാധനയ്ക്ക് ശേഷമാണ്. മനുഷ്യ ബീജം മനുഷ്യ അണ്ടത്തോട് കേവലം ഒട്ടിപ്പിടിച്ച് മാത്രമല്ല, ആരാധനയുടെ അഭിഷേകത്തിലാണ് സാമുവേലിൻ്റെ ജനനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആരാധനയുടെ ത്രെഡ് ഈ കുടുംബം മറക്കുന്നില്ല. കുഞ്ഞിനെ കാഴ്ചവെക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പം വിളിച്ചു, എടീ കുഞ്ഞെന്തിയെ? അയ്യോ വാവ എൻ്റെ ഒക്കത്തും താഴത്തും ഒക്കെ ഉണ്ട്, മുത്തിനെ എനിക്ക് ഉറക്കണം, പാട്ട് പാടണം, താരാട്ട് പാടണം. നീ ദേവാലയത്തിൽ കൊണ്ടുപോയി കുഞ്ഞിനെ കാഴ്ചവെക്കുന്നില്ലേ? അയ്യോ ചേട്ടായി, കുഞ്ഞിൻ്റെ മുലകുടി മാറട്ടെ. അങ്ങുന്നേ പ്രഭോ, കുഞ്ഞിൻ്റെ മുലകുടി മാറട്ടെ. ഉടനെ അപ്പൻ പറയുക, ആയിക്കോട്ടെ, മുലകുടിയൊക്കെ മാറിക്കോട്ടെ, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. കർത്താവിനോടുള്ള വാഗ്ദാനം മറക്കാതിരുന്നാൽ മതി. ഇതാണ് ആരാധനയുടെ നൈരന്തര്യമാണ് കുടുംബത്തിൻ്റെ ഉറപ്പ്. നോക്കിക്കേ, നമ്മുടെ വീട് ഉയർന്നു, കാലം മാറി, ഫാഷൻ മാറി. അന്ന് മുതിരയും താവലും അല്ലെങ്കിൽ കപ്പയും തിന്നിരുന്ന കാലത്തിന് ശേഷം എൻ്റെ വീട്ടിൽ നിറസമൃദ്ധിയായി. പക്ഷേ കർത്താവിനോടുള്ളൊരു കടമയുണ്ട്, അതാണ് ആരാധന. അത് കേവലം ജപമാല അർപ്പിക്കുന്നതിലും പതിവായി 4 കുർബാന കൂടുന്നതിലും ഒക്കെ അപ്പുറത്താണ് ദൈവത്തോടുള്ള നൈരന്തര്യമുള്ള തുടർച്ചയുള്ള ആരാധന. ഈ കുടുംബം ഒരിക്കലും അലയില്ല. തിരിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് രസമാണ്! ദൈവദാനം കിട്ടിയ ഹന്ന തൻ്റെ കുഞ്ഞിനെ തലയിലും താഴത്തും വെക്കാതെ ഓമനിക്കുമ്പോൾ അവളുടെ കണ്ണ് ദൈവത്തിൽ നിന്ന് മാറി കുഞ്ഞിലേക്ക് ഒട്ടിയപ്പോൾ അപ്പം പറഞ്ഞു കൊടുക്കുക, എൻ്റെ പെണ്ണേ, നിന്റെ കുഞ്ഞിനെ നീ ഓമനിച്ചോളൂ, ഉമ്മ വെച്ചോളൂ, ലാളിച്ചോളൂ, തൊട്ടിലാട്ടിക്കോളൂ, അമ്മിഞ്ഞപ്പാല് കൊടുത്തോളൂ. കർത്താവിനോടുള്ള കരുണ മറക്കാതിരുന്നാൽ മതി. ഭാര്യ താഴ്ന്നപ്പോൾ ആരാധനയ്ക്ക് ഉയർത്തുന്ന ഭർത്താവ്. ഈ കുടുംബം എവിടെ തവിടുപൊടിയാകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നത്, ദൈവത്തിന് വില കൊടുത്തതാരും ഇന്ന് വരെ തകർന്നു പോയതായിട്ട് എൻ്റെ ഈ പ്രായം വരെ ഞാൻ കേട്ടിട്ടില്ല എന്ന് പറയുന്നത് ഇതുപോലെയുള്ള സമർപ്പണങ്ങളെ കണ്ടിട്ടാണ്. നിങ്ങൾക്ക് ഈ TV-യുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ തോന്നുന്നില്ലേ, കർത്താവിന് കൊടുത്ത വിലയെ പ്രതി ദൈവം നമ്മുടെ കുടുംബത്തെ ഉയർത്തിയെന്ന് സാക്ഷ്യപ്പെടുത്താൻ ഇപ്പം കഴിയുന്നവരില്ലേ? അങ്ങനെ കഴിയുന്നവരുണ്ടെങ്കിൽ ഒരു നിമിഷം TV-യുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്ക്. ദൈവം അത് കാണുന്നുണ്ട്. എൻ്റെ ദൈവത്തിന് ഞാൻ കൊടുത്ത വിലയെ പ്രതി, ദൈവത്തോട് കാണിച്ച കടപ്പാടിനെ പ്രതി, അന്ന് കുടിലിൽ കഴിഞ്ഞപ്പോഴും ഇന്ന് കൊട്ടാരത്തിൽ കഴിയുമ്പോഴും, അന്ന് വേദനയിൽ കഴിഞ്ഞപ്പോഴും ഇന്ന് കൊട്ടാരത്തിൽ കഴിയുമ്പോഴും, അന്ന് കൊട്ടാരത്തിൽ കഴിഞ്ഞ് ഇന്ന് കുടിലിൽ കഴിയുമ്പോഴും, അന്ന് സൗഭാഗ്യത്തിൽ നിന്നും ഇന്ന് വേദനിക്കുമ്പോഴും എൻ്റെ ദൈവത്തോടുള്ള കടമ മറന്നിട്ടില്ല. അതുകൊണ്ട് എൻ്റെ മനസ്സിന് സമാധാനമുണ്ടെന്ന് പറയാൻ കഴിയുന്നവർ ഇപ്പോൾ അവിടെ എഴുന്നേറ്റ് നിൽക്ക്. ദൈവനാമത്തിന് വില കൊടുക്കാൻ വേണ്ടി 1 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്ക്. പ്രിയപ്പെട്ടവരെ, എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇത് കേൾക്ക്. ഈ കുഞ്ഞിനെയും പൊക്കി പിടിച്ചുകൊണ്ട് ഈ പെണ്ണ് ദേവാലയ നടവഴിയിൽ വന്ന് ഹന്ന. അപ്പോൾ വയോധികനായ പുരോഹിതൻ, ആരാ ഈ പുരോഹിതൻ? നീ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞ പുരോഹിതൻ പ്രാഞ്ചി വന്ന് ചോദിച്ച്, ആരാ
ആരാ മനസ്സിലായില്ലല്ലോ. അപ്പം അവൾ പറയാ, ഇവിടെ ഇരുന്ന് അങ്ങയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചവളാണ് ഞാൻ. ഈ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. നിങ്ങൾക്ക് പിടികിട്ടിയോ? കാലം കഴിഞ്ഞ് കൊച്ചിന് വയസ്സായി, പ്രായമാകുന്നു. അവൾ മറന്നില്ല. ആരാധന മറക്കാത്ത കുടുംബം. ഈ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത്. പ്രിയപ്പെട്ടവരെ, ഞാൻ അല്പം ഭാവന കലർത്തി പറയുക. അങ്ങനെ അമ്മയും അച്ഛനോട് പുരോഹിതനോട് സംസാരിക്കുന്നതിനിടയ്ക്ക് പുരോഹിതൻ പറഞ്ഞു, ഏത് കുഞ്ഞ്? അച്ഛൻ അല്പം മാറ്റി പറയാം. 3-4 അധ്യായങ്ങൾ മറിക്കുക. ശമൂവേലിൻ്റെ 1-2 അധ്യായങ്ങൾ പഠിക്കുമെന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. പുരോഹിതൻ ചോദിച്ചു, ഏത് കുഞ്ഞ്? അപ്പം അമ്മ വിളിച്ച്, കൊച്ചേ, ശമൂവേലേ, പൊന്നുമുത്തേ, ശമൂവേലേ. ചെറുക്കനോടെ പോയി. നീ ഏത് കുഞ്ഞിനെ കുറിച്ചാ പറയുന്നത്? അയ്യോ, എൻ്റെ പൊന്നു കുഞ്ഞു, ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞത് ആ കുഞ്ഞിനെ കിട്ടാനാ. പൊന്നുമോനെ ശമൂവേലേ, കൊച്ചിനെ കാണാനില്ല. നീ ഏത് കുഞ്ഞിനെ കുറിച്ചാ പറയുന്നത്? പുരോഹിതൻ ചോദിച്ചു. തപ്പി വന്നപ്പോ 1 സാമുവേൽ 3:3 ദൈവത്തിൻ്റെ മുമ്പിലെ ദീപം അണഞ്ഞിരുന്നില്ല. സാമുവേൽ ദേവാലയത്തിൽ ദൈവത്തിൻ്റെ പേടകം സ്ഥിതി ചെയ്യുന്നതിന് അരികെ കിടക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ മുമ്പിലെ ദീപമണഞ്ഞിരുന്നില്ല. നിങ്ങൾക്ക് എന്നാ മനസ്സിലായി? ഏതാണ് ആ ദീപം? ദേവാലയത്തിൽ നിലവിളക്ക് കെട്ടുപോയെന്ന് മാത്രമല്ല, നിലവിളക്ക് കെട്ടാലും കത്തുന്നൊരു വിളക്കായി സാമുവേൽ ദേവാലയത്തിന്റെ നടവഴിയിൽ വാഗ്ദാന പേടകത്തിന്റെ അടിയിൽ കിടന്നു. ചെറുക്കാ, നീ പള്ളി കയറ്. നീ എന്തിനാണ് മോണ്ടളത്തിൽ നിൽക്കുന്നത്? എടാ, നീ എന്നാണ് പള്ളിക്ക് പുറംതിരിഞ്ഞ് നിൽക്കുന്നത് എന്ന് ചെറുപ്പക്കാരെ കുറിച്ച് ഫൽസിക്കാനോ? പള്ളി പൊതുയോഗത്തിൽ നമ്മുടെ ചെറുപ്പക്കാർ അറും പഴയ, അവരൊന്നും പള്ളി കയറത്തില്ല, ഇവരെ നമ്പിയിട്ട് കാര്യമില്ല, കുറെ യുവദീപ്തിക്കാരുണ്ട്, യുവജന പ്രസ്ഥാനക്കാരുണ്ട്, ഇങ്ങനെയൊന്നും പഴിക്കേണ്ട ആവശ്യം വന്നില്ല. ആ ചെറുക്കൻ സാമുവേൽ ദേവാലയത്തിന്റെ നടവഴിയിൽ മധുബകയുടെ താഴെ പോയി കിടന്നു. അച്ഛനും തപ്പണ്ട, അമ്മയും തപ്പണ്ട. ഈ ചെറുക്കൻ ജനിച്ചത് ആരാധനയിലാണ്. ആരാധന അവനെ ആരും പഠിപ്പിക്കേണ്ട. ദേവാലയത്തിന്റെ ദീപം അണഞ്ഞിരുന്നില്ല. സാമുവേൽ ദേവാലയത്തിൽ വാഗ്ദാന പേടകത്തിന്റെ ചുവട്ടിലുണ്ട്. പ്രിയപ്പെട്ടവരെ, പൂർണ്ണ മനസ്സോടുകൂടി ആരാധിക്കുക എന്ന് വെച്ചാൽ ശരീരവും മനസ്സും ആത്മാവും ആരാധനയിൽ ചേർത്ത് കുഞ്ഞിന് ജന്മം നൽകുകയെന്നാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കും, അയ്യോ കർത്താവേ, അന്നൊക്കെ കുറച്ചൊക്കെ അറിവുണ്ടായിട്ടും എൻ്റെ ശരീരത്തിൻ്റെ കൊതികളിലാണല്ലോ എൻ്റെ കുഞ്ഞ് ജനിച്ചത്. നിങ്ങൾ ഭാരപ്പെടണ്ട, ദൈവത്തിന് പോകാൻ വഴിയുണ്ട്. അന്നാരാധനയിൽ ജനിച്ചില്ലെങ്കിൽ അതിനും കൂടി ഇന്ന് ആരാധിക്കുക. കർത്താവ് നിൻ്റെ മക്കളുടെ ജന്മത്തെ പുറകോട്ട് കൊണ്ടുപോയി കഴുകി ആരാധനയിൽ ജനിപ്പിച്ചതുപോലെ ആക്കിയെടുക്കും. അതിൻ്റെ തെളിവല്ലേ മോനിക്ക പുണ്യവതി അഗസ്റ്റീനോസിൻ്റെ തകർന്ന് തരിപ്പണമായ കീറിപ്പറിഞ്ഞ പഴന്തുണി പോലത്തെ ജന്മത്തെ അവൾ അവിടെ ആരാധനയുടെ കണ്ണുനീര് കൊണ്ട് കഴുകി അവനെ പിന്നോട്ട് കൊണ്ടുപോയി മാമോദിസായിലെ അതേ വിശുദ്ധിയുള്ളവനാക്കി തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ആരാധിക്കുന്ന കുടുംബത്തിൽ ദാമ്പത്യ ബന്ധവും പ്രണയവും ആരാധന നിർഭരമാണ്. ഇവിടെയാണ് കുടുംബങ്ങൾ ഉത്തമഗീതം വായിക്കണമെന്ന് പറയുന്നത്. ഇവിടെയാണ് കുടുംബങ്ങൾ ഉത്തമഗീതമെന്ന പുസ്തകം വായിക്കണം. ഉത്തമഗീതത്തിൻ്റെ പുസ്തകം ശരിക്കും പറഞ്ഞാൽ സിനിമകളിലും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലുമൊക്കെ നമ്മൾ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട്. കാരണം നമ്മൾ നോക്കുമ്പം അതിനകത്ത് മുഴുവൻ പ്രണയമാണ്. അഥവാ നമ്മുടെ പച്ച മലയാളത്തിൽ സുഖമില്ലാത്ത അല്ലെങ്കിൽ അവിശുദ്ധമായ ലൈംഗികത പോലെ നമുക്ക് തോന്നും. നിൻ്റെ മാറിടം ഇങ്ങനെയാണ്, നിൻ്റെ ശരീരം ഇങ്ങനെയാണ് എന്നൊക്കെ വർണ്ണനകൾ കേൾക്കുമ്പം നമുക്കതിനകത്തൊരു മ്ലേച്ഛ ചൊവ തോന്നാം. അത് സാത്താൻ്റെ ഒരു കെണിയാണ്. ഉത്തമഗീതം വായിക്കണം, ഉത്തമഗീതം ശരിക്കും വായിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം അതിനകത്തുണ്ട്. ഉത്തമഗീതം തുടങ്ങുമ്പം മുതൽ അതിശയങ്ങൾ ആരംഭിക്കുകയാ. അതാ ഒരു വരനെ, ഒരു വധുവിനെ ഇതാ ഉത്തമഗീതം പരിചയപ്പെടുത്തുന്നു. ഏത് വധുവിനെ, ഏത് വരനെ? വാ തുറന്നാൽ മണവാട്ടിയെക്കുറിച്ച് ആദരവിൻ്റെ ആലങ്കാരിക ഭാഷ മാത്രം പറഞ്ഞ് ശീലമുള്ള ഒരു മണവാളൻ. തിരിച്ച് മണവാട്ടിയോ
തൻ്റെ മണവാളിനെ കുറിച്ച് ആദരിച്ച് വർണ്ണിച്ച് മാത്രം പറയുന്ന ഒരു പ്രണയിനി. എന്തൊരു അതിശയമാ പ്രിയപ്പെട്ടവരെ. ആരാ തൻ്റെ ഭാര്യയെക്കുറിച്ച് എപ്പോഴും ആദരവിൻ്റെ വാക്ക് മാത്രം പറയുന്ന ഒരു ഭർത്താവ്? അല്ലയോ തോഴന്മാരെ, കണ്ടാലും എൻ്റെ പ്രാണപ്രിയയെ നോക്കിയാലും സുഗന്ധവ്യഞ്ജന തോട്ടത്തിലെ പൂ പോലെയാണ് എൻ്റെ പെണ്ണ്, അവളുടെ വിരലുകളിൽ നിന്ന് മീറത്തുള്ളികൾ ഇറ്റു വീഴുന്നു എന്ന് വരൻ പറയുമ്പോൾ ഏതാണ്ട് മത്സരം പോലെ, ഡിബേറ്റ് മത്സരം പോലെ ചാടിക്കേറി മണവാട്ടി പറയുക, അല്ലയോ തോഴിമാരെ, അത് കേട്ട് വശംവദരാകല്ല്, എൻ്റെ പ്രാണപ്രിയനാണ് എന്നെക്കാളും ശ്രേഷ്ഠൻ, പാലിൽ കുളിച്ച് തൂവലൊതുക്കിയ അരിപ്രാവിനെ പോലെ സുന്ദരനാണവൻ. ഉടനെ അത് കേട്ടിട്ട് ചമഞ്ഞു കുത്തി നിൽക്കുകയല്ല ഭർത്താവ്. മണവാളൻ പറയുക, എൻ്റെ പെണ്ണൊരു സുഗന്ധ നദിയാണ്, എൻ്റെ ഭാര്യ, എൻ്റെ പ്രണയിനി, ഞാൻ മോഹിച്ചത് ഒരു സുഗന്ധ നദിയാണ്, ആപ്പിൾ മരത്തോട്ടത്തിലെ മാൻകിടാവാണ് എൻ്റെ പെണ്ണ്. ഉടനെ പ്രണയിനി മണവാട്ടി പറയുക, ഗദറായ മലമ്പ്രദേശത്ത് മേഞ്ഞു നടക്കുന്ന ചെമ്മരിയാട്ടിൻ പറ്റത്തെ പോലെയാണ് എൻ്റെ പ്രാണപ്രിയൻ്റെ മുടിയിഴകൾ. സത്യത്തിൽ 3-4 മുടിയേ ഉള്ളെങ്കിലും അവൾക്കത് ചുരുൾമുടിയാണ്. ആദരവിൻ്റെ നിറവ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പഠിച്ചതുകൊണ്ടും അത് വായിച്ചതിൻ്റെ കൊതി കൊണ്ടും പറയുക, അങ്ങനെ വർണ്ണിച്ച് വർണ്ണിച്ച് മത്സരിച്ച് ആദരിച്ച് ബഹുമാനിച്ച് 8-ാം അധ്യായത്തിൽ ചെല്ലുമ്പം, എൻ്റെ ദൈവമേ, എഴുത്തുകാരൻ എഴുതി വെച്ചിരിക്കുക, എൻ്റെ ദൈവമേ, എഴുത്തുകാരൻ എഴുതി വെച്ചിരിക്കുക. ഉത്തമഗീതം 8-ാം അധ്യായം 6-ാം വാക്യം, ഉത്തമഗീതം 8-ാം അധ്യായം 6-ാം വാക്യം, ഉത്തമഗീതം 8-ാം അധ്യായം 6-ാം വാക്യം, ഈ പ്രേമം മരണത്തെ തോൽപ്പിക്കും. അപ്പം നിങ്ങൾ ബൈബിൾ ഉണ്ടെങ്കിൽ പറയും, അച്ചോ അങ്ങനല്ലല്ലോ കിടക്കുന്നത്, പ്രേമം മരണത്തെ പോലെ ശക്തമാണെന്നാണല്ലോ കിടക്കുന്നത്. അതെ, മലയാള വിവർത്തനങ്ങളിലെല്ലാം അങ്ങനെയാണ് കിടക്കുന്നത്. പഠിക്കാൻ കഴിഞ്ഞതുകൊണ്ട് പറയുക, ഹെബ്രായ മൂലത്തിൽ കിടക്കുന്നത് ഈ പ്രേമം മരണത്തെ തോൽപ്പിക്കുമെന്നാ. ഏത് പ്രേമം? ഏത് പ്രേമം? ഈ 8 അധ്യായങ്ങളിൽ ഒഴുകി നടന്ന ആദരവിൻ്റെ പ്രണയം, തമ്മിൽ ആദരിച്ചതിൻ്റെ പ്രണയം മരണത്തെ തോൽപ്പിക്കും. മരണത്തെ തോൽപ്പിക്കും. ഒരു പക്ഷേ ഇനി ഞാൻ പറയാൻ വരുന്നത് നിങ്ങൾ ചിലപ്പോൾ വേറെ ശുശ്രൂഷകൾ കേട്ട് കാണും, എങ്കിലും എൻ്റെ ആത്മാവിൻ്റെ ആത്മാർത്ഥത കൊണ്ട് പറയുക, ഞാൻ എൻ്റെ വീട്ടിൽ കണ്ട ഒരു പാഠം പറയുക. ആ പാഠം പറയും മുമ്പ് ഞാൻ ഹൃദയത്തിൽ നിന്ന് പറയട്ടെ. തീർച്ചയായും നിങ്ങൾ അച്ഛനിലൂടെ ദൈവം നിന്ന പാട്ടുകൾ എവിടെങ്കിലുമൊക്കെ കേട്ട് കാണും അല്ലേ? അമ്മേ തായോ, ഓർമ്മ വെച്ച നാൾ മുതൽ എന്നെ അമ്മയെ ഓർക്കുമ്പോൾ, ഇതേതെങ്കിലുമൊക്കെ പാട്ട്. ബസെയ്താ കുളക്കരയിലെ രോഗി, അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, പറഞ്ഞാലാരും ഏതെങ്കിലും പാട്ട് കേട്ട് കാണും അല്ലേ? ഞാൻ പറയാൻ വരുന്നത്, എനിക്ക് സംഗീതമോ പാട്ടെഴുത്തോ വശമാക്കാൻ ഒരു പരിശീലനമോ ഒരു ഉപകരണമോ അറിയില്ല. അപ്പോൾ എനിക്ക് പാട്ടെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അഭിഷേകം മാത്രമാണ്. ഒരുമിച്ച് ഹല്ലേലൂയ പറ, പെട്ടെന്ന് പറ ഹല്ലേലൂയ. അച്ഛൻ എന്താണ് ബന്ധമില്ലാതെ പറയുന്നത്? ഇപ്പം നിങ്ങൾക്ക് തോന്നും. ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലാക്കിക്കോ, പാട്ടെഴുതാനുള്ള ഒരു കഴിവും എനിക്കില്ല, സത്യസന്ധമാണത്. അല്ല, അതിനെക്കുറിച്ച് മാനുഷികമായ എഴുത്തുകൊണ്ടായിരിക്കാം. സംഗീതത്തിൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റും അറിയില്ല. എത്രയോ 4000-ൽ പരം പാട്ടുകൾ, അനേകം പാട്ടുകൾ, ഇന്നലെ വരെ പാട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ അഭിഷേകം മാത്രമാണത്. എനിക്കതിനകത്ത് അഭിമാനിക്കാനൊന്നുമില്ല. അപ്പം നിങ്ങൾ വീണ്ടും പറയുന്നു, അച്ഛൻ എന്താടോ ഈ ചാടിക്കേറി വേറെന്ത് പറയുന്നല്ലോ? കാത്തിരിക്കേ, പറയാം. എനിക്കിത് ദൈവദാനം മാത്രമാണ്, ദൈവത്തിൻ്റെ കൃപ മാത്രമാണ്. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. അമ്മ മറിയം, യൗസേപ്പ് പിതാവിനെ ആദരിച്ച മറിയം, എലിസബത്തിനെ അഭിനന്ദിക്കുന്ന സമയത്താണ് ഉദരത്തിൽ പരിശുദ്ധാത്മാവ് ഇളകിയത്. പരിശുദ്ധാത്മാവ് ശ്രദ്ധിച്ചു കേട്ടെ, പരിശുദ്ധാത്മാവ് വരുമെന്നുള്ളത് ഒരു വാഗ്ദാനം മാത്രമായിരുന്നു. ഇറ്റ് ഹാഡ് ബീൻ എ പ്രോമിസ്. ഒരു വാഗ്ദാനം മാത്രം. എന്ന് വരും, എപ്പോൾ വരും ആർക്കും അറിയില്ല. പരിശുദ്ധാത്മാവ് നിന്റെ മേലെ വരുമെന്നുള്ളൊരു വാഗ്ദാനമാണ്. പക്ഷെ വന്നതെപ്പോഴാ? ശ്രദ്ധിച്ചേ, വന്നതെപ്പോഴാ? മറിയം എലിസബത്തിനെ ആദരിച്ചപ്പം. മറിയം എന്നും യൗസേപ്പ് പിതാവിനെ ആദരിച്ചു കൊണ്ടിരുന്നപ്പോൾ അഭിഷേകം പെരുകി. ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട കോഴിമല അച്ഛൻ എന്ന ഇതേ ഒരു പങ്കുവെക്കൽ ഉണ്ടായിട്ടുണ്ട് യൂട്യൂബിലും മറ്റും. ഞാൻ എൻ്റെ കൃത്യം അനുഭവം പറയുക. ഞാൻ കുഞ്ഞായിരിക്കുമ്പം അമ്മ നല്ല മോരും വെള്ളമൊക്കെ കാച്ചി, പ്രത്യേകിച്ച് കൊയ്ത്ത് കാലത്തൊക്കെ നല്ല വളരെ പെട്ടെന്ന് പറയും, മോരും വെള്ളമൊക്കെ കാച്ചി ഒരു നല്ല കലത്തിലോ ഒരു മഗ്ഗിലോ കൊണ്ടുവരും.
അപ്പം ഞാനും എൻ്റെ സഹോദരി ഇവിടെ കിടന്ന് കളിക്കുകയായിരിക്കും. നാരങ്ങപ്പാല്, ചൂണ്ടയ്ക്ക് 2 ഇലകൾ, പച്ച പൂക്കൾ, മഞ്ഞ, ഓടി വരുന്ന ഇങ്ങനെ. അപ്പോൾ അമ്മ പറയും, എൻ്റെ പിള്ളേർ നിങ്ങൾക്ക് ഈ സർവ്വനേരവും കളിയുള്ളൂ. എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് തീറ്റാ കളി അമ്മച്ചിക്ക് ദേഷ്യമാണ്. എടാ അപ്പൻ അവിടെ പോയടാ, നമുക്കിവിടെ സമയം കളിക്കാൻ സമയമുണ്ടോ അതോ അച്ചാച്ചനെ നോക്കാൻ സമയം? അപ്പം നോക്കിയപ്പോൾ കാണാം അച്ചായൻ അവിടെ ഒന്നാമത്തെ കാര്യം, അച്ചാച്ചൻ എപ്പോഴും ജോലി, ഒന്നീ തൂമ്പ കൈ വൃത്തിയാക്കും, അല്ലെങ്കിൽ അരിവാട് പിടി നിരക്കും, ചളുങ്ങിയ ചരിവ് നിവർത്തിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ നെല്ല് ചിക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ തൂമ്പ കൊണ്ട് അഴുക്ക് ചെത്തിക്കൊണ്ട് എപ്പോഴും ജോലിയാണ്. ഞാൻ നോക്കിയപ്പോൾ തന്നെടാ അച്ചാച്ചൻ അവിടെ നിന്ന് ഒന്നാന്തരമായിട്ട് വിയർക്കുന്നു. ഇവിടെ ഇങ്ങനെ വിയർത്തൊഴുക. അപ്പൻ എപ്പോഴും അധ്വാനമാണ്. ചെറുക്ക നീയൊക്കെ 4 നേരം തിന്ന് കഴിച്ചോടാ, അച്ചാച്ചൻ കിടന്നുകൊണ്ട് കഷ്ടപ്പെടുന്നതിൻ്റെ നീയൊക്കെ തിന്നുന്നത്, നമുക്കതൊന്നും മനസ്സിലാകത്തില്ലല്ലോ. എൻ്റെ അമ്മ വന്ന് പറഞ്ഞ്, എൻ്റെ പൊന്നു മക്കളെ, അപ്പൻ്റെ സ്ഥിതി കണ്ടോ? അച്ഛന് വേണ്ടി വല്ലപ്പോഴും പ്രാർത്ഥിക്കണേ, ഈ മുഴുവൻ സമയം കളിയും കൊണ്ട് നടക്കാതെ. എന്നിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് എന്നാണെന്നറിയാമോ? ഐ ഡോണ്ട് നോ വെദർ യു വിൽ ബിലീവ് ഓർ നോട്ട്. അപ്പൻ ആദ്യം മരിച്ചു പോകാൻ പ്രാർത്ഥിക്കും മക്കളെ. ഞാൻ അന്ന് വിചാരിച്ചോണ്ട് എന്തൊരു മൂദേവി തള്ളേ ഇതന്ന്. കർത്താവേ, അപ്പൻ നിങ്ങൾ വടിവണ്ടയ്ക്ക പോലെ നിൽക്കുന്നു, ഈ അപ്പൻ മരിച്ചു പോകാൻ ഈ അമ്മ പ്രാർത്ഥിപ്പിക്കുക. ഞാൻ പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ പോയതു തന്നെയാണ് എൻ്റെ ഭാഗ്യം. ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ ഒരിക്കൽ പനക്കലച്ചനോടൊപ്പം രാത്രി ആരാധനയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഉള്ളിൽ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മ അപ്പനാദ്യം മരിക്കാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ പൊരുള് ഇങ്ങനെ ഞാൻ രാത്രിയിൽ കേൾക്കുകയാണ്. അപ്പം ഞാൻ ഉള്ളിൽ പറഞ്ഞു, തമ്പുരാനെ, എൻ്റെ അമ്മയെ ഓർക്കുമ്പോഴെല്ലാം ഈ ഒരു അസ്വസ്ഥത വരുന്നല്ലോ, അമ്മ അപ്പൻ മരിക്കാൻ പ്രാർത്ഥിപ്പിച്ചല്ലോ. എൻ്റെ ഉള്ളു പറഞ്ഞു തരിക, കുഞ്ഞേ, എൻ്റെ മോനെ, മണ്ടനായ പുരോഹിതദാസ, നിന്റെ അമ്മ പ്രാർത്ഥിച്ചത് ദാമ്പത്യത്തിൻ്റെ ഉന്നത പ്രാർത്ഥനയാണ്. ഞാൻ പറഞ്ഞു, അയ്യോ, അച്ചാച്ചൻ ആദ്യം മരിക്കാൻ പ്രാർത്ഥിക്കുന്നതാണോ ദാമ്പത്യത്തിൻ്റെ പ്രാർത്ഥന? അമ്മ പറഞ്ഞു തരിക, കുഞ്ഞെ, അപ്പം മരിക്കാനുള്ള കൊതി കൊണ്ടല്ല. അമ്മ ആദ്യം മരിച്ചാൽ അമ്മ അപ്പന് കൊടുക്കുന്ന കരുതൽ പോലെ, ആദരവ് പോലെ, വീട്ടിൽ ചക്രവർത്തിയുടെ സ്ഥാനം കൊടുത്ത് അപ്പനെ മാനിക്കാൻ നിങ്ങൾ 12 മക്കളുണ്ടെങ്കിലും ഒരുപക്ഷെ അപ്പന് തികയില്ല. അപ്പനെ അമ്മ അതുപോലെ ദൈവം കഴിഞ്ഞാൽ ആദരിച്ചത്, ആ ആദരവ് കുറയരുത്. അമ്മ ആദ്യം മരിച്ചു പോയാൽ ആൽമരത്തിൻ്റെ തണൽ നഷ്ടപ്പെട്ട വെറ്റിലക്കൊടി പോലെ അപ്പൻ നരകിക്കും ഭൂമിയിൽ. അത് പാടില്ല. അച്ചാച്ചൻ ആദ്യം സമാധാനത്തിൽ പൊയ്ക്കൊള്ളട്ടെ, അമ്മ സഹിച്ചുകൊള്ളാം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ആദരിച്ച എൻ്റെ വീട്ടിൽ എൻ്റെ ബാല്യത്തിൽ ഓർക്കുമ്പോൾ എനിക്ക് വേറൊന്നും ഓർക്കാനില്ല. ഒരുപാട് ചെറിയ ദാരിദ്ര്യമാണെങ്കിലും വയറ് നിറയാഞ്ഞ കുട്ടിക്കാലം എനിക്കുണ്ടായിട്ടുണ്ട്. 2 ഷർട്ടിടേണ്ട കാലമുണ്ടായിട്ടുണ്ട്. കുട്ടനാട്ടുകാർക്ക് മാത്രം അറിയാവുന്ന കറുത്ത അരി താവല് കഴിക്കുന്ന കാലമുണ്ടായിട്ടുണ്ട്. വയറ് നിറച്ച് ചോറുണ്ണാനും അല്ലെങ്കിൽ ഇഷ്ടമുള്ള കറി കൂട്ടാത്ത കാലമുണ്ടായിട്ടുണ്ട്. പക്ഷേ മനം നിറയുന്ന ഒരു ഓർമ്മയുണ്ട്. അപ്പൻ അമ്മയെ ആദരിച്ചിരുന്നു, അമ്മ അപ്പനെ ആദരിച്ചിരുന്നു. എലിസബത്തിനെ ആദരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഉദരത്തെ ചലിപ്പിച്ചതുപോലെ വേറെ ഒന്നുമില്ലായിരുന്നെങ്കിലും പരസ്പരം ആദരിച്ചപ്പോൾ ദൈവം അർഹതയില്ലാത്ത ഒരു അഭിഷേകം തന്നതാണ്. നിരന്തരം പാട്ടുകളായും ശുശ്രൂഷയായും എനിക്കും കിട്ടിയത്. നന്ദി ദൈവത്തോട് മാത്രം, കടപ്പാട് മാതാപിതാക്കളോടും. അവർക്കും സംഗീതം അറിയില്ല. ഞാനിപ്പോൾ ഓർക്കുന്നു, അവരുടെ വലിയ പ്രായത്തിലും അവർ നല്ല പ്രായത്തിലും എൻ്റെ അച്ചാച്ചനൊരു കൊച്ചു കടയാണ്. ആ കട കഴിഞ്ഞ് അപ്പൻ വന്ന് വീണ്ടും കുളിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം വേറൊരു കുടുംബ പ്രാർത്ഥനയുണ്ട്. ഇന്ന് ഏതെങ്കിലും കുടുംബങ്ങൾ ഇങ്ങനെ പരസ്യ പ്രാർത്ഥന ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. 7-7:30 മണിക്ക് ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുണ്ട്. ശേഷം അപ്പൻ വന്ന് മേല് കഴുകിയിട്ട് അപ്പൻ്റെ അമ്മയുടെ മുറിയിൽ നിന്ന് നമുക്ക് സ്തോത്രഗീതം കേൾക്കാം. വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവം, വാഴ്ത്തപ്പെട്ടിടട്ടെ, അങ്ങേ തിരുനാമമെന്നും വാഴ്ത്തപ്പെട്ടിടട്ടെ. 48 വർഷം മുമ്പ് അന്ന് കേട്ട പാട്ടോളം മാധുരമുള്ള ഒരു പാട്ട് ഞാൻ ഒരിടത്തൊന്നും കേട്ടിട്ടില്ല. അത് ആലങ്കാരികമായി പറയുന്നതാണ്. എൻ്റെ ചങ്കിലുറച്ച പാട്ട്. പ്രാർത്ഥനയ്ക്ക് ശേഷം വീണ്ടും ദമ്പതികളുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥന ഇന്ന് രഹസ്യമാണെങ്കിൽ അന്ന് അവർ ഒരുമിച്ചിരുന്ന് വീണ്ടും സ്തുതിക്കുമായിരുന്നു. അങ്ങനെ ആദരിക്കുമ്പോൾ ഇറങ്ങുന്ന പരിശുദ്ധാത്മാവ്
എലിസബത്തിനെ മറിയം ആദരിച്ചപ്പോൾ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് എൻ്റെ അമ്മ അപ്പനെയും അപ്പൻ അമ്മയും ആദരിച്ചപ്പോൾ അഭിഷേകത്തിൻ്റെ ഒരു വിത്ത് അർഹതയില്ലാത്ത എന്നിലേക്ക് ഇട്ടതല്ലാതെ ഞാൻ ഇത്രയും കാലം ചിന്തിച്ച് നോക്കിയിട്ടും എണ്ണമില്ലാത്ത പാട്ടുകൾ രാഗമോ ജ്ഞാനമോ ഇല്ലാത്ത എന്നിലൂടെ എങ്ങനെ പറന്നു. പ്രിയപ്പെട്ടവരെ, ഈ കേരള ജനത പാടിയ ഇത്രയും പാട്ടുകൾ ഒരു പാട്ടല്ല, എഴുതി ഇത്രയും വർഷങ്ങളിലെ 1996 മുതൽ 91 മുതൽ ഇന്ന് വരെ എഴുതിയ എല്ലാ ആൽബങ്ങളിൽ നിന്നും 1 or 2 പാട്ടുകൾ കേരളം എങ്ങനെ സ്വീകരിച്ചു? ഒരു അപ്ഡേഷൻ എനിക്കില്ല, പുതിയ ജ്ഞാനമില്ല, പുതിയ ഗായകരുടെ ട്രെൻഡില്ല. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവനാണ്. അപ്പൻ അമ്മയെ ആദരിച്ചപ്പോൾ ആ പ്രണയത്തിൻ്റെ അഭിഷേകം അർഹതയില്ലാത്തൊരു കുഞ്ഞിന് തന്നു എന്നല്ലാതെ എനിക്ക് ഇതിനുത്തരമില്ല. വലത് കരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴും ചില കഴിവുകൾ കുറവുണ്ടെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞൊരു പരീക്ഷയ്ക്ക് ഒരുങ്ങുമ്പം കുഞ്ഞിന് പാടാന്ന് പറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. നിങ്ങൾ വീട്ടിൽ തമ്മിൽ കുറെ കൂടെ ആദരിച്ചാൽ ആദരവിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു അഭിഷേകത്തിൻ്റെ ജ്വാല ഈ ചെറുക്കനിൽ കൃപയായി മാറും, ഇവളിൽ കൃപയായി മാറും. IELTS മോള് പഠിക്കുകയാണ്, അച്ഛാ പ്രാർത്ഥിക്കണേ എന്ന് അലമുറയിട്ട് മറ്റൊരാളോട് പറയുന്നതിന് പകരം അപ്പൻ അമ്മയെ അല്പം കൂടി ആദരിച്ചാൽ ആദരവിൻ്റെ സമയത്തിറങ്ങുന്ന പരിശുദ്ധാത്മാവ് കുടുംബത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. 2 കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ, 2 കരങ്ങളും വീശി ഹല്ലേലൂയ, സ്വരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആരാധന പൂർണ്ണാത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി ആകുമ്പോൾ അത് ദാമ്പത്യത്തിലും വന്ന് തട്ടും. അപ്പോൾ നാം അർപ്പിച്ച ബലി ഈ വീട്ടിൽ തുടരാനായി എളുപ്പമാണ്. അപ്പോൾ നാം അർപ്പിച്ച കുർബാനയുടെ എക്സ്റ്റൻഷൻ വീട്ടിലേക്ക് വരും. അതുകൊണ്ട് അങ്ങനെയുള്ള വീട്ടിൽ വ്യക്തമായിട്ട് എന്ത് സംഭവിക്കും? കുടുംബ പ്രാർത്ഥന വീട്ടിലെ കുർബാനയായി മാറും. കുടുംബ പ്രാർത്ഥന വീട്ടിലെ കുർബാനയായി മാറും. അപ്പൊ വീട്ടിലുണ്ടൊരു കുർബാന, നാട്ടിലുണ്ടൊരു കുർബാന. നാടടയ്ക്കുമ്പോഴും ദേവാലയം അടയ്ക്കപ്പെടുമ്പോഴും വീട്ടിലെ കുർബാന മുടങ്ങില്ല. പള്ളി അടച്ചേ എന്ന് സാത്താൻ മുറവിളി കൂട്ടുമ്പോൾ അങ്ങനെയുള്ള കുടുംബങ്ങൾ പറയും, വീടിൻ്റെ അൾത്താര തുറന്നേ. ദേവാലയത്തിൻ്റെ ആനവാതിൽ അടച്ചു പൂട്ടിയിട്ട് വർഷം 2 നിന്റെയൊക്കെ ആരാധന എവിടെ പോയെന്ന് സാത്താൻ വീമ്പിളക്കുമ്പോൾ ആരാധന ചങ്കിന് പിടിച്ചവർ പറയും, വീടിൻ്റെ അൾത്താരയിൽ ആ ആരാധന തുടരുന്നു. കുടുംബ പ്രാർത്ഥന വീട്ടിലെ കുർബാനയാണ്. കുടുംബ പ്രാർത്ഥന വീട്ടിലെ കുർബാനയാണ്. ഈ കുർബാനയുടെ തുടർച്ചയാണ് പള്ളിയിലെ കുർബാന. പള്ളിയിലെ കുർബാനയുടെ തുടർച്ചയാണ് വീട്ടിലെ കുർബാന. പ്രിയപ്പെട്ടവരെ, ഞാൻ കണ്ട ഒരു കൊച്ചു ജീവിത സത്യം പറയാം. ഞാൻ 8 or 9 പഠിക്കുമ്പം അമ്മ എന്നെ വിളിച്ചുണർത്തും കുർബാനയ്ക്ക്. എനിക്ക് ദേഷ്യമാണ്. അമ്മയ്ക്ക് ക്ലോക്കിൽ അലാറം വെക്കാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ ഒരു 4 മണി കഴിയുമ്പോഴേ അമ്മ ഉണരും. എന്നിട്ട് ചെറുക്ക ഈ സമയത്തിലെ 4:30. എൻ്റെ പൊന്നുമോനെ, ഇനിയിപ്പോൾ 5 ആകാൻ അരമണിക്കൂറല്ലേ ഉള്ളൂ, നീ എണീക്കടാ. അത് കൊള്ളാമല്ലോ, 5 ആകാൻ അരമണിക്കൂറുള്ളൂ, നീ എഴുന്നേക്കാൻ. എപ്പോഴാണ് 6:30 കുർബാനയ്ക്ക് പോകാൻ അമ്മയുടെ വേറെ വല്ലവരെ ഇടിച്ച് ഒതുക്കി മൂലക്കിട്ടാനേ. 4 മണിക്ക് അമ്മ ഉണർന്നിട്ട് 4:30 നമ്മളെ വിളിച്ച് പൊക്കിയിട്ട് പറയുക, ചെറുക്ക ഇനിയിപ്പോൾ എന്നെ ഉറങ്ങാനാ, 5 ആകാൻ അരമണിക്കൂറേ ഉള്ളൂ. 5 മണിക്ക് എണീച്ചാൽ മതി. വിളിച്ച് പൊക്കിയിട്ട് അമ്മ കൊണ്ടുപോകും. അവിടെ നിൽക്കട്ടെ, വിളിച്ചു പൊക്കിയിട്ട് അമ്മ കൊണ്ടുപോകും. അത് പോട്ടെ, വല്ലപ്പോഴും എങ്ങാനും എൻ്റെ അശ്രദ്ധ കൊണ്ട് അമ്മയ്ക്ക് വെളുപ്പിനെ നടന്നു പോകാൻ പാടാം, ഞാനിവിടെ കൂടെ പോകണം. അങ്ങനെ എന്തെങ്കിലും വരട്ടെന്നോർത്ത് പോകുന്ന അന്ന് ആരാധനയുടെ കൊതിമൂത്തിട്ട് പോകുന്നതല്ല. ഞാൻ പറഞ്ഞില്ലേ പള്ളിയിൽ പോയി കാണിച്ച ഗോഷ്ഠിയൊക്കെ. അങ്ങനെ വല്ലപ്പോഴും എങ്ങാനും പോകുമ്പം കുർബാന എങ്ങാനും അല്പം തുടങ്ങിപ്പോയെന്നിരിക്കട്ടെ, എൻ്റെ പൊന്നോടെ തമ്പുരാനെ 6:30 കുർബാന കഴിഞ്ഞ് 7:30 ഞാൻ വീട്ടിൽ വന്നിട്ട് നോക്കിയിരിക്കുക, ഇഡലിപ്പാത്രം അനങ്ങുന്നില്ല, ദോശച്ചട്ടി ശബ്ദം കേൾക്കുന്നില്ല, കപ്പ കുഴയ്ക്കുന്ന സുഗന്ധം വരുന്നില്ല, അമ്മ വന്നിട്ടില്ല. കാര്യം എന്നാ? ആദ്യത്തെ കുർബാനയുടെ അല്പം മുടങ്ങിപ്പോയെന്ന് 2ാം കുർബാനയ്ക്ക് ഇവിടെ പടച്ചു കെട്ടി നിൽക്കുക. 2ാം കുർബാന കൂടിയിട്ടേ വരത്തുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, എൻ്റെ അമ്മ തലതല്ലി അർപ്പിച്ച ബലിപീഠത്തിൻ്റെ ഒരു കല്ലിൻ്റെ അല്പം അടർത്തിയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് ഒരു പാരലൽ ബലിപീഠം, ഒരു സമാന്തര ബലിപീഠം നിർമ്മിച്ചിരുന്നു. എൻ്റെ അമ്മമാരെ, എൻ്റെ അപ്പമാരെ, യേശുവിൻ്റെ നാമത്തിൽ അഭ്യർത്ഥിച്ച് കരഞ്ഞു പറയുക. ഞാൻ സെമിനാറിൽ നിന്ന് ഇടയ്ക്കൊക്കെ ചെല്ലുമ്പം സാധാരണ ആരും പ്രാർത്ഥിക്കാത്ത
ഇൻ ഓഡ് ടൈംസ്, വല്ലാത്ത സമയങ്ങളില്ലേ, ഉച്ചയ്ക്ക് 2 മണി, 2:30 മണി, 3 മണി, പൊതുവെ ഒരു മയക്കത്തിൻ്റെയും മടുപ്പിൻ്റെ സമയത്ത് ഞാൻ വല്ലപ്പോഴും സെമിനാരിൽ കയറി ചെല്ലുമ്പോൾ ഒരു തഴപ്പായ കാല് നീട്ടിയിരുന്ന് അമ്മ ആരോടോ മന്ത്രിക്കുന്നത് പോലെ ഇങ്ങനെ പൊട്ടിയിട്ടും കൂട്ടിക്കെട്ടിയ പഴയൊരു ജപമാല കൈത്തണ്ടിലിട്ട് ഉരുട്ടുന്നത് കാണാം. എപ്പോഴാ? നറുസന്ധിക്കല്ല, സായന്തന സുഗന്ധം വീഴുന്ന സമയത്തല്ല, അതിരാവിൻ്റെ മാസ്മരികതയിലല്ല, മടുപ്പുള്ള സമയത്ത്, വല്ലാത്ത സമയങ്ങളിൽ വല്ലപ്പോഴും സെമിനാരിൽ നിന്ന് കയറി ചെല്ലുമ്പം അമ്മ ഒരു തഴപ്പായ കാലും നീട്ടി വെച്ചിരിക്കുക, പൊട്ടിയിട്ടും കൂട്ടിക്കെട്ടിയ ജപമാല. വീട്ടിലെ പൊട്ടിയിട്ടും കൂട്ടിക്കെട്ടിയ ജപമാലയല്ല, കൊന്തയല്ല, ഇടമുറിയാതെ അണമുറിയാതെ ഇടയ്ക്കെങ്ങാനും താളം തെറ്റിയാലും തിരിച്ചു പിടിക്കുന്ന പ്രാർത്ഥനയുടെ തുടർച്ചയാണത്. വാത്സല്യമുള്ള സഹോദരങ്ങളെ, പണ്ട് ഞാനൊരു കവിത പഠിച്ചിട്ടുണ്ട് 4ാം ക്ലാസ്സിൽ. ചെറുപുള്ളി ചിറകുള്ള ചെങ്ങാലിപ്രാവേ നീ തലതല്ലി കരയുന്നതെന്തിനായി, ചെറുപുള്ളി ചിറകുള്ള ചെങ്ങാലിപ്രാവേ നീ തലതല്ലി കരയുന്നതെന്തിനായി. ഞാൻ എൻ്റെ അമ്മയെ ഓർക്കുമ്പോൾ ഈ കവിത ഓർക്കും, സങ്കീർത്തനം ഓർക്കും. ബലിപീഠത്തിൽ കൂട് ചമയ്ക്കുന്ന പ്രാവിനെ പോലെ. മറ്റൊരിടത്ത് സ്ഥലമുണ്ടായിട്ടും ബലിപീഠത്തിൻ്റെ ഉത്തരത്തിൽ പോയി, അതിൻ്റെ തുലാവിൽ പോയി കൂട് ചമയ്ക്കുന്ന മീവൽ പക്ഷിയെ പോലെ, അരിപ്രാവിനെ പോലെ ബലിപീഠത്തിൽ തലതല്ലി കരഞ്ഞ ചങ്ങാലിപ്രാവുകളായിരുന്നു നമ്മുടെ പഴയ പല അപ്പന്മാരും അമ്മമാരും. പ്രാർത്ഥനയുടെ നൈരന്തര്യം കുടുംബത്തെ പിടിച്ചു നിർത്തും. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നും സമ്പത്തില്ലെങ്കിലും അയോഗ്യതയുടെ നിറവിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മാത്രം പറയാം. ഞങ്ങളുടെ വീട്ടുപേരാണല്ലോ തുമ്പേച്ചിറ. അപ്പൻ്റെയും അമ്മയുടെയും ആരാധനയുടെ മഹത്വം അല്ലാതെ മറ്റെന്താണ്? അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ നിന്ന് മാറിപ്പോ. നിങ്ങളെ ഞാനൊരു ഭാഗം വായിച്ച് കേൾപ്പിക്കാം. സാമുവേലിൻ്റെ 2-ാം പുസ്തകത്തിൽ ഇതെന്തൊരു മനോഹരമായിട്ടാണ് ദാവീദ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് കേട്ടേ. 2 സാമുവേൽ 7-ാം അധ്യായം, സാമുവേലിൻ്റെ 7-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. 26-ാം വാക്യം ഞാൻ പറഞ്ഞു തന്നു. അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ, അങ്ങാണ് കർത്താവെന്ന് അറിയപ്പെടട്ടെ, നിന്റെ ദാസന്റെ കുടുംബം നിലനിൽക്കട്ടെ. ഇനി കേട്ടെ. സർവശക്തനായ കർത്താവേ, ഞാൻ നിന്റെ വംശം ഉറപ്പിക്കുമെന്ന് പറഞ്ഞ് അങ്ങ് ഈ ദാസന് ഇത് വെളിപ്പെടുത്തിയല്ലോ. എന്ത്? നിന്റെ വംശത്തെ ഞാൻ ഉറപ്പിക്കും. മുത്തേ, ചാക്കോച്ച, ജോസേ, പാപ്പച്ച, മോളെ, ശോശമ്മേ, നിന്റെ കുടുംബത്തെ ഞാൻ ഉറപ്പിക്കുമെന്ന് പറഞ്ഞ്, നിന്റെ വംശത്തെ ഞാൻ ഉറപ്പിക്കുമെന്ന് പറഞ്ഞ്, മിനിമോളെ, റോസമ്മേ, നിന്റെ കുടുംബത്തെ ഞാൻ ഉറപ്പിക്കുമെന്ന് പറഞ്ഞ് അങ്ങ് എനിക്ക് ഇത് വെളിപ്പെടുത്തി. എന്ത് വെളിപ്പെടുത്തി? അങ്ങയുടെ നാമം വാഴ്ത്തുന്ന, അങ്ങയെ പ്രഘോഷിക്കുന്ന കുടുംബം അങ്ങയുടെ മുമ്പിൽ സ്ഥിരമായിരിക്കുമെന്ന് എനിക്ക് വെളിപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവേ, അങ്ങ് തന്നെയാണ് ദൈവം. ഈ വചന സത്യമാണ്. അതുകൊണ്ട് അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ നിന്നും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കണമേ. യു ജസ്റ്റ് ബ്ലസ് അവർ ഫാമിലി ടു ബി ഇൻ ദൈ പ്രസൻസ്. ബാക്കിയെല്ലാം കിട്ടും. പ്രിയപ്പെട്ട, കുടുംബത്തിൽ നിന്ന് പറയുമ്പോൾ മറ്റ് നിങ്ങളൊന്നും കരുതരുത്. എൻ്റെ അച്ചാച്ചൻ എൻ്റെ നല്ല പ്രായത്തിൽ എൻ്റെ ഓർമ്മയിൽ മുണ്ടിന് മുകളിൽ വസ്ത്രം ധരിച്ചവനായി ഞാൻ പകൽ കണ്ടിട്ടില്ല. കല്യാണ വീടുകളിൽ പോകുമ്പോഴും എൻ്റെ അപ്പൻ, എൻ്റെ ഓർമ്മയിൽ അപ്പൻ മുണ്ടിന് മുകളിൽ ഒരു വേഷ്ടിയിടത്തേ ഉള്ളൂ, ഇങ്ങനെ ഒരു തോർത്ത്, ഏതാണ്ട് നീലയും ചുമലയൊക്കെ ഉള്ള തോർത്ത്. പക്ഷേ ഞായറാഴ്ച എൻ്റെ അപ്പൻ വെള്ളയും നോക്കിക്കേ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പാ കർത്താവിനെ ആരാധിക്കണമെന്നും ആ ദിവസത്തിനൊരു പ്രാധാന്യമുണ്ടെന്നും എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ഞായറാഴ്ചയുടെ പ്രാധാന്യം അടിയന് നഷ്ടപ്പെട്ടിട്ടില്ല. എന്നോട് എൻ്റെ അപ്പൻ വേറൊന്നും പറഞ്ഞു തന്നിട്ടില്ല. കുഞ്ഞെ, ഞായറാഴ്ചയുടെ വലിപ്പം ഞാൻ ഒന്ന് മാത്രം ഓർക്കുന്നുണ്ട്. വേഷ്ടി മാത്രം ധരിച്ചിട്ടുള്ള അച്ചാച്ചൻ ഞായറാഴ്ച മാത്രം പളപള മിന്നുന്ന വെള്ള ഉടുപ്പും വെള്ള ഷർട്ടും നല്ല ആഠ്യതയോടെ കൈയൊക്കെ മടക്കി വെച്ച് വെള്ളമുണ്ട് മുടുക്കും, തോളത്ത് ചിലപ്പോൾ അതിടും. ഞായറാഴ്ച മാത്രം. എന്നിട്ട്
എന്നെ ദേവാലയത്തിൽ കൊണ്ടുചെല്ലും, പള്ളിയിൽ കൊണ്ടുചെന്നാൽ പിന്നെ അമ്മയുടെ കൂടെയാ. പള്ളിയിലെ സംഭവം ഞാൻ പറഞ്ഞു. പള്ളി പിരിയുമ്പം എന്നെ അച്ചാച്ചൻ തൊട്ടടുത്ത് ചമ്പക്കുളത്ത്, ഇന്ന് ചമ്പക്കുളംകാരി പോലും മറന്നുപോയ അപ്പുക്കുട്ടൻ്റെ ചായക്കടയെന്നൊരു കൊച്ചു ചായക്കടയുണ്ട്. അവിടെ കയറ്റി പാലും വെള്ളം കുടിപ്പിക്കും. ഒരു പാലും വെള്ളത്തിൻ്റെ സ്വാദെന്നൊക്കെ പറഞ്ഞാൽ എന്തായിരുന്നെന്നറിയോ? അപ്പൻ ആരാധിച്ചിട്ട് തരുന്നതാ. ദൈവത്തിന് വില കൊടുത്ത അപ്പൻ എനിക്ക് വാങ്ങിത്തരുന്ന പാലും വെള്ളത്തിന് അന്നോളമുള്ള സ്വാദ് ഇന്ന് പാല് തന്നെ കോൺസെൻട്രേറ്റ് ആയിട്ട് കുടിച്ചിട്ട് പോലും കിട്ടിയിട്ടില്ല. ആരാധനയുടെ സുഹൃതം അതാണ് പ്രിയപ്പെട്ടവരെ. ഈ കഴിഞ്ഞ 52 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരിക്കൽ പോലും ദൈവാരാധനയിൽ മടുപ്പ് തോന്നാതിരിക്കാൻ ഒരു കാരണം, അപ്പൻ ഒന്നും ചെയ്തില്ല. ഞായറാഴ്ചയ്ക്ക് കൊടുത്ത പ്രാധാന്യം, നിന്റെ ദാസന്റെ കുടുംബം സ്ഥിരമായിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മലബാറിൽ ആയിരക്കണക്കിന് കുടുംബങ്ങളെ ദൈവത്തിന്റെ കരുണയിൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ എൻ്റെ സഹോദര വൈദികൻ തോമസ് തുമ്പേച്ചിറ അച്ഛനെ ഈശോ ഉയർത്തി. നോർത്ത് ഇന്ത്യയിൽ ജാർഖണ്ഡിൽ ശുശ്രൂഷ ചെയ്യുവാൻ എൻ്റെ ഒരു സഹോദരി ഈശോ കൊണ്ടുപോയി. ഞാൻ ഇപ്പോഴും ഓർക്കും, ചേട്ടൻ അന്ന് വെള്ളപ്പൊക്കം കഴിഞ്ഞ് സെമിനാരി ചേരാൻ ചെന്നപ്പം ഒരു പിടിയുമില്ല. ഞാൻ സെമിനാരിയിൽ നിന്ന് 2 ഡിസ്ക് തന്നെ പാടെ വിട്ടുപോന്നവനാ. ഒരു യോഗ്യതയുമില്ല. ആരാണിതിൻ്റെ പിന്നിൽ? അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറഞ്ഞ ഒരു സാധു അപ്പൻ്റെയും അമ്മയുടെയും ജീവിതം പരസ്പരം അവർ ആദരിച്ചു. അവരുടെ പ്രണയത്തിൽ ആദരവുണ്ടായിരുന്നു. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഇന്നലെ കെട്ടിവന്ന ദമ്പതിമാരോട് ഞാൻ ചങ്ങനാശ്ശേരി ഫാത്തിമ മകാരങ്ങൾ അപ്പു മുത്ത് എന്ന ദമ്പതികളോട് പറഞ്ഞു, മക്കളെ, ദാമ്പത്യ പ്രണയത്തിൽ ആദരവില്ലാത്ത ഒരു ചലനം പോലും പാടില്ല. ഇന്നലെ ഒന്ന് അത്താഴം കഴിച്ച വീട്ടിൽ ഞാൻ രഹസ്യമായി 1.5 വർഷം മുമ്പ് പറഞ്ഞു കൊടുത്തു, ഒരു വൈദികന് വേണ്ടി നിങ്ങൾക്ക് കാഴ്ചവെക്കാവുന്ന ഏറ്റവും വലിയ സംഗതി ആത്മശരീര പൂർണ്ണതയിലുള്ള ദാമ്പത്യ ധർമാനുഷ്ഠാനമാണ്. മലയാളത്തിൽ ഇതിൻ്റെ വാക്ക് പോലും പറഞ്ഞു തരിക എളുപ്പമല്ല. കാരണം കെട്ട വാക്കുകൾ കൊണ്ട് മലയാളം സമൃദ്ധമായി പോയി. ബ്രൈഡൽ റിലേഷൻഷിപ്പ് എന്ന് പറയാം, ദാമ്പത്യ ബന്ധത്തിൻ്റെ പൂർണ്ണത അല്ലെങ്കിൽ ദാമ്പത്യ അനുഷ്ഠാനം. ലൈംഗികത എന്ന് പറയുമ്പോൾ പാളിപ്പോയി കുറച്ചൊക്കെ വാക്കിൻ്റെ അപര്യാപ്തമായ ഉപയോഗം കൊണ്ട്. ഞാൻ അപ്പുവിനോടും മുത്തുവിനോടും പറഞ്ഞു, നിന്നോട് ഞാൻ പറയുകയാണ്, 7 വെള്ളിയാഴ്ച ഉപവസിക്കണം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ ഉപവസിച്ചേക്കും. മുത്തേ, അപ്പു, നിങ്ങൾ ഒരു പക്ഷേ അടുത്ത 7 വെള്ളിയാഴ്ച ഒരു നേരം കാപ്പി കുടിക്കലെന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തേക്കും. നിങ്ങളൊരു പക്ഷേ ഇന്ന് രാത്രി മുതൽ എത്രയും ദൈവമാതാവേ ചെല്ലണമെന്ന് പറഞ്ഞാൽ ചൊല്ലും. നിങ്ങളുടെ ദാമ്പത്യം അതിൽ തന്നെ വെർച്വസ് ആണ്, പുണ്യമാണെന്ന് ലോകം ഇത്ര വളർന്നിട്ടും സഭ ഇത്ര പഠിപ്പിച്ചിട്ടും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. വിവാഹമൊരുക്ക ധ്യാനങ്ങൾ കൊടുമ്പിരി കൊണ്ടിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലയ്ക്കകത്ത് കിട്ടിയിട്ടില്ല. പള്ളിയിലുള്ളതെല്ലാം പരിശുദ്ധം, അവിടെ പൂക്കളും വെച്ചു, എല്ലാം ചെയ്തു. പക്ഷേ പള്ളി കഴിയുമ്പോൾ പിന്നെന്തോ വെറും കാമത്തിൻ്റെ പ്രണയത്തിൻ്റെ വഴിയും സെക്കുലർ വഴിയാണ്. അവിടെ കർത്താവിന് വലിയ സാധ്യതയില്ല. ഞാൻ അവരോട് പറഞ്ഞു, മക്കളെ, നിങ്ങളുടെ ദാമ്പത്യ അനുഷ്ഠാന സമയത്ത് നിങ്ങൾ കർത്താവിൻ്റെ സാന്നിധ്യം വിളിച്ചിട്ട് പറയണം, മാലാഖമാരേ, പരിശുദ്ധ കന്യകാമറിയമേ, യൗസപിതാവേ, ഞങ്ങളുടെ ഈ കൊച്ചു കിടക്കരികിൽ വരണമേ, ഞങ്ങളുടെ സ്നേഹപ്രകടനങ്ങൾ കണ്ട് ദൈവത്തെ വാഴ്ത്തണമേ. കാര്യം എന്താ? ഉത്തമഗീതം 8:6 ഈ പ്രണയം മരണത്തെ തോൽപ്പിക്കും. നിങ്ങൾക്ക് മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ തമ്പുരാൻ കുരിശെടുത്ത് ചങ്ക് പൊട്ടി കാൽവരി കയറി 6-ാം വേലി തകർന്ന് ചമ്മട്ടി അടിയേറ്റ് കയ്പ് കുടിച്ച് തകർന്ന് തരിപ്പണ വാങ്ങി ആകെ തകർന്ന് കയ്പ് കുടിച്ച് പീഡ സഹിച്ചു വാങ്ങിയെടുത്ത ഫലമാണ് മരണത്തെ തോൽപ്പിക്കുക എന്ന ഫലം. അവൻ കുരിശെടുത്ത് വാങ്ങിയത്, കയ്പ് കുടിച്ചു വാങ്ങിയത്. ദമ്പതിമാരെ, നിങ്ങൾക്ക് ദാമ്പത്യ നിറവിലൂടെ the same effect is being brought forth. ശരിക്കും നിങ്ങളുടെ ശരീരം കുളിരുകോരേണ്ടതല്ലേ? നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കേ, അനുഷ്ഠിച്ച് നോക്കിക്കേ. ദാമ്പത്യ ബന്ധം ആദരവിൻ്റെ നിറവിൽ അർപ്പിച്ചിട്ട്
10 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുന്നത് പോലെ, 7 എത്രയും ദിനമായി ചൊല്ലുന്നത് പോലെ, 7 ദിവസം ഉപവസിക്കുന്നത് പോലെ ഞങ്ങളുടെ ദാമ്പത്യ ബന്ധം ആദരവിൽ നിന്നായിരിക്കും. എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ കൊടുക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ ലാളനം പോലും എനിക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ അവൾക്ക് വേണ്ടിയിട്ടായിരിക്കും. ഞാൻ മുത്തിനോട് പറഞ്ഞു, മുത്തേ, അപ്പുവിന് നീ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ ഒന്ന് കെട്ടിപ്പിടിച്ച സ്നേഹത്തോടെ അപ്പുകുട്ടാ ഉമ്മ എന്ന് പറയുന്നത് പോലും നിനക്കുള്ള സന്തോഷം കൊണ്ടായിരിക്കല്ലേ, അപ്പുവിനെ അനുഗ്രഹിച്ചുകൊണ്ടാകണം. ഇതാണ് ആദരവിൻ്റെ ദാമ്പത്യ പ്രണയം. ഇങ്ങനെ പ്രണയിച്ചാൽ കർത്താവ് കുരിശെടുത്ത് നേടിയ മരണത്തെ തോൽപ്പിക്കുക എന്ന ഫലം, കൊറോണയെ തോൽപ്പിക്കാൻ ലോകം കഷ്ടപ്പെടുകയാണ്. ഏറ്റവും എളിമയോടുകൂടി കൊറോണയ്ക്കുള്ള ഒരു മരുന്ന് എൻ്റെ കൊച്ചു ബോധ്യത്തിൽ പറയുകയാണ്. കൊറോണ എന്ന വൈറസിനെ തോൽപ്പിക്കാൻ വാക്സിൻ കണ്ടെടുത്തവർക്ക് കൊറോണ. ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിച്ച് പോഷത്തരമായിരിക്കും, പക്ഷെ ഒരു നഷ്ടവും വരില്ല. കർത്താവിൻ്റെ ദമ്പതികൾ, ഏറ്റവും കുറഞ്ഞത് കത്തോലിക്ക ദമ്പതികളെങ്കിലും ഈ ദിവസങ്ങളിൽ കർത്താവിൽ ആശ്രയിച്ച് ദാമ്പത്യ ധർമാനുഷ്ഠാനം ഒരു കൂദാശയുടെ നിഴലുപോലെ അനുഷ്ഠിക്കുക. കർത്താവ് കുരിശെടുത്ത് നേടിയ മരണത്തെ തോൽപ്പിക്കുക എന്ന ഫലം നിങ്ങൾ ശരീരത്തിൽ ഒന്നാകുമ്പോൾ ഭൂമിയിൽ സംഭവിക്കും. മരണം തോറ്റു തുന്നം പാടും. കൊറോണയെ തോൽപ്പിക്കാൻ കുടുംബങ്ങളിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു അഭിഷേക കർമ്മം, നിങ്ങൾ ആദരവോടുകൂടി, ഞാൻ പെട്ടെന്ന് ചുരുക്കാം, നമ്മളെല്ലാം ദാഹിച്ചു വലഞ്ഞു പോവുകയാണെന്നിരിക്കട്ടെ, വല്ലാത്തൊരു മല കയറി കുരിശിൻ്റെ വഴി നടത്തി പോവുകയാണ്. വളരെ തളർന്ന് അവിടെ ചെന്നപ്പോൾ വിയർത്ത് കുളിച്ചപ്പോൾ നമ്മൾ ഭയങ്കര സ്നേഹമാണ്, നമ്മളിങ്ങനെ ഗ്രൂപ്പായിട്ടാണ് പോയത്. അവിടെ ചെന്ന് വെള്ളം കണ്ടപാടെ വിയർത്ത് കുളിച്ച് തകർന്ന് പരവേശം പിടിച്ചാണ് ചെന്നത്. അവിടെ ചെന്നപാടെ വെള്ളം വെച്ചിരിക്കുന്ന കണ്ടു, എല്ലാവരും പോയി വെള്ളം എടുത്ത് കുടിക്കും. അപ്പോൾ ആരെയും ഓർക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെയാണ് മനുഷ്യ ശരീരത്തിൻ്റെ കൊതികൾ. മനുഷ്യ ശരീരം അവനവന് വേണ്ടി കൊതിക്കുന്നുണ്ട്. പുരുഷന് പുരുഷൻ്റെതായ കൊതികളുണ്ട്, ഭാര്യയ്ക്ക് ഭാര്യയുടേതായ കൊതികളുണ്ട്. എന്നാൽ ഭർത്താവിന് വേണ്ടി കൊതിക്കുന്നതൊക്കെയും എൻ്റെ ഭാര്യയ്ക്ക് സ്നേഹമായി കൊടുക്കുമ്പോൾ അതിൻ്റെ പേരാണ് സമർപ്പണം. ഈ സമർപ്പണം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവിനെ ആരാധിക്കാൻ നാം ഒരുങ്ങുകയാണ്. നമ്മുടെ കർത്താവിനെ ആരാധിക്കാനായി നാം ഒരുങ്ങുകയാണോ? പൂർണ്ണ സ്നേഹത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ആരാധിക്കുമ്പം നാം ഇങ്ങനെ ചിന്തിക്കണം, എൻ്റെ കുടുംബത്തിൽ ആരാധനയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം, അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറയുന്ന കുടുംബങ്ങൾ അവിടുത്തെ മുമ്പിൽ സ്ഥിരമായി നിൽക്കും. ഈ ആരാധന ദാമ്പത്യ ശരീരബന്ധത്തോടുകൂടി ചേരണം. കാരണം പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ശരീരം കൂടെ ചേരുന്നതാണ് ആരാധന. അപ്പോൾ ശരീരം ചേരുന്ന ദാമ്പത്യ അനുഷ്ഠാനവും മറ്റൊരാരാധനയായി മാറുമ്പോൾ മരണം തോൽക്കും. മരണത്തെ തോൽപ്പിച്ച പൊന്നു കർത്താവിനെ നാം ആരാധിക്കാൻ പോവുകയാണ്. കരങ്ങൾ കൂപ്പിപ്പിടിക്കാം, ആരാധിക്കാം. വത്സലമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനത്തിൻ്റെ 1 മിനിറ്റിൻ്റെ ഒരു സാക്ഷ്യം കർത്താവ് ഇപ്പം നമുക്ക് നൽകും. കരങ്ങൾ കൂപ്പി സാക്ഷ്യം കേൾക്കുക. ഓരോൻ്റെ സാക്ഷ്യം ദൈവത്തിന് മുമ്പിൽ ഒരു ആരാധന സമർപ്പണം കൂടിയാണ്. നമ്മൾ കേൾക്കുകയല്ല, കൂടെ ആരാധിക്കുകയാണ്. 1 മിനിറ്റ് കരങ്ങൾ കൂപ്പി പിടിച്ച് ആരാധനയുടെ തുടക്കം എന്ന വണ്ണം നമുക്ക് ഈ സാക്ഷ്യം കേൾക്കാം. അതിനുശേഷം നമുക്ക് ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ക്രിസ്മരിയ. എൻ്റെ വീട് വരന്തരപ്പള്ളിയിലാണ്. ഞാൻ 3.5 വയസ്സ് മുതൽ കണ്ണാട വെച്ചിരുന്നു. 2019 അസീസി പ്രയർ ടീമിന്റെ നേതൃത്വത്തിലുള്ള തിരുകുടുംബ ധ്യാനത്തിന്റെ അവസാന ദിവസം സൗഖ്യാരാധനയിൽ ഞാൻ പങ്കെടുക്കുകയും എൻ്റെ കണ്ണുകൾ സൗഖ്യമാവുകയും ചെയ്തു. പിന്നീട് എനിക്ക് കണ്ണാട വെക്കേണ്ടി വന്നിട്ടില്ല. എന്നെ സൗഖ്യപ്പെടുത്തിയ ഈശോയ്ക്ക് 1000 നന്ദി. ഈശോ നന്ദി, ഈശോ സ്തുതി. മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും
സ്തുതിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യമായ കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ കർത്താവ് ഞങ്ങളുടെ സന്നിധിയിൽ ചേർത്ത് വയ്ക്കുന്നു. കർത്താവ് അങ്ങേ മഹത്വപ്പെടുത്തുവാനായി അസിസി പ്രയർ ഗ്രൂപ്പിലൂടെ ഷക്കീന TV ഒരുക്കുന്ന 55 ദിവസത്തെ തീവ്ര പ്രാർത്ഥനകൾക്ക് ശേഷം ഒരുക്കുന്ന ഈ തിരുക്കുടുംബ ധ്യാനം ഈ 3 ദിവസം നീണ്ടു നിൽക്കുമ്പോൾ കർത്താവെ, നാളെ ശുശ്രൂഷ ചെയ്യുന്ന മഞ്ഞളിയച്ചനെയും ഇന്നലെ ശുശ്രൂഷ ചെയ്ത റജി ബ്രദറിനെയും അസിസി പ്രയർ ഗ്രൂപ്പിനെയും ഷക്കീന TVയോടൊപ്പം അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. 23 വർഷത്തെ കണ്ണുനീര് ശുശ്രൂഷകളും പെടാപ്പാടും ത്യാഗവും സമർപ്പണവും അനുഭവിച്ച നിന്ദനകളും വേദനകളും സ്തുതിയും ആരാധനയുമാക്കി മാറ്റി ഇന്ന് കർത്താവെ ടിവിയിലൂടെ ഈ ശുശ്രൂഷ ലോകം മുഴുവൻ എത്തിക്കുവാൻ ശശി പ്രയർ ഗ്രൂപ്പിന് കർത്താവ് ഷക്കീന TVയിലൂടെ ഇടവരുത്തിയത് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ തിരുക്കുടുംബ ധ്യാനം ഒരു തിരിച്ചറിവ്, ഒരു ബോധ്യം, ഒരു ആവേശം, ഒരു കൃപയുടെ ഒരു സ്ഫുരണമെങ്കിലും ഒരു ഹൃദയത്തിനെങ്കിലും കൊടുക്കണമേ. വലതുകരം കർത്താവിലേക്ക് നീട്ടിപ്പിടിക്കാം. ഞാനും എൻ്റെ കുടുംബവുമങ്ങി തിരുമുമ്പിൽ കുമ്പിട്ട് വാഴ്ത്തുന്നു. ഞാനും എൻ്റെ കുടുംബവുമങ്ങി തിരുമുമ്പിൽ കുമ്പിട്ട് വാഴ്ത്തുന്നു. നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളെങ്കിൽ, നിങ്ങൾക്ക് മടിയില്ലെങ്കിൽ നിങ്ങൾ കരം ഒന്ന് കോർത്ത് പിടിച്ച്, ഇപ്പം നിങ്ങൾ 2 പേര് അല്ലെങ്കിൽ 3 മക്കൾ, ഒരു മകനും ഒരു മകളും അപ്പനും അമ്മയുമാണ്, അല്ലെങ്കിൽ അപ്പനും മോനും മാത്രമേ ഉള്ളെങ്കിലും കരം കോർത്ത് പിടിച്ച് കർത്താവിൻ്റെ സാന്നിധ്യം മാധ്യമത്തിലൂടെയാണെങ്കിലും അവിടത്തേക്ക് നമ്മെ നേരിട്ട് തൊടാമല്ലോ. 2 മക്കബയർ 15:27 ദൈവത്തിൻ്റെ പ്രത്യക്ഷ സഹായം അവരെ ആഹ്ലാദിപ്പിച്ചു. എന്ത്? ദൈവത്തിൻ്റെ പ്രത്യക്ഷ സഹായം. അതുകൊണ്ട് കർത്താവിൻ്റെ പ്രത്യക്ഷ സഹായത്തിൽ വിശ്വസിച്ച് നമ്മുടെ വീട്ടിലുള്ളവരെ കരം ചേർത്ത് മടിയില്ലെങ്കിൽ കുമ്പിട്ട് ദൈവസന്നിധിയിൽ നിലത്ത് വീണ് ആരാധിക്കാം. ഞാനും എൻ്റെ കുടുംബവുമങ്ങേ തിരുമുമ്പിൽ കുമ്പിട്ട് വാഴ്ത്തുന്നു. പാടിക്കേ. ഞാനും എൻ്റെ കുടുംബവുമങ്ങേ തിരുമുമ്പിൽ കുമ്പിട്ട് വാഴ്ത്തുന്നു. അപ്പൻ എല്ലാവരും കേൾക്കെ പാട്, അമ്മ എല്ലാവരും ട്യൂണൊന്നും നോക്കണ്ട, മക്കളും പാട്. ഞാനും എൻ്റെ കുടുംബവുമങ്ങേ തിരുമുമ്പിൽ കുമ്പിട്ട് വാഴ്ത്തുന്നു. പാടിക്കേ. ഞാനും എൻ്റെ കുടുംബവുമങ്ങേ തിരുമുമ്പിൽ കുമ്പിട്ട് താളത്തോടുകൂടി നമ്മൾ പാടുകയാണ്. നമ്മൾ വലിയ ആഘോഷത്തോടെ പാടുമ്പോൾ അനുഭവത്തോടെ പാടാം. കർത്താവേ, എൻ്റെ കുടുംബത്തിൽ ആരാധന ഉറപ്പിക്കണേ, ഞാനും എൻ്റെ കുടുംബവും അങ്ങേ തിരുമുമ്പിൽ കുമ്പിട്ട് വാഴ്ത്തുന്നു. നമുക്കൊരുമിച്ച് പാടാം. ഞാനും എൻ്റെ കുടുംബവുമങ്ങേ തിരുമുൻപിൽ കുമ്പിട്ട് വാഴ്ത്തുന്നു. പാടിക്കേ. ഞാനും എൻ്റെ കുടുംബവുമങ്ങേ തിരുമുൻപിൽ കുമ്പിട്ട് വാഴ്ത്തുന്നു. അവിടുത്തെ വാഴ്ത്തുന്നോരുടെ കുടുംബങ്ങൾ തിരുമുമ്പിൽ സ്ഥിരമായിടും. അപദാനം പാടുന്ന വീടുകളെ ഉലയാതെ കാക്കുന്ന ദൈവമേ. ഞാനും എൻ്റെ കുടുംബവുമങ്ങേ തിരുമുൻപിൽ കുമ്പിട്ട് എല്ലാവരും പാടിക്കൂ. ഞാനും എൻ്റെ കുടുംബവുമങ്ങേ തിരുമുൻപിൽ കുമ്പിട്ട് വാഴ്ത്തുന്നു. ആരാധനയിൽ എൻ്റെ മക്കൾ പിറന്നില്ല എങ്കിലും എന്നേശുവേ
ആരാധന വഴി അവർക്കു വീണ്ടും ജന്മം നൽകാൻ ഒരുങ്ങുന്നു ഞാനുമെൻ്റെ കുടുംബവുമങ്ങേ തിരുമുൻപിൽ കുമ്പിട്ട് വാഴ്ത്തുന്നു. എല്ലാവരും പാടിക്കും. ഞാനുമെൻ്റെ കുടുംബവുമങ്ങേ തിരുമുൻപിൽ കുമ്പിട്ട് വാഴ്ത്തുന്നു. എല്ലാവരും പാടുക. ഞാനുമെൻ്റെ കുടുംബവുമങ്ങേ തിരുമുൻപിൽ കുമ്പിട്ട് വാഴ്ത്തുന്നു. മക്കളിലെ കഴിവുകളെ ജ്വലിപ്പിച്ച് ജയിപ്പിച്ച് ഉണർത്തിയിടുവാൻ ഞങ്ങൾ മാതാപിതാക്കളുടെ ആരാധന മതിയാവുമല്ലോ. ഞാനുമെൻ്റെ കുടുംബവുമങ്ങേ തിരുമുൻപിൽ കുമ്പിട്ട് വാഴ്ത്തുന്നു. പഠിക്കേ. ഞാനുമെൻ്റെ കുടുംബവുമങ്ങേ തിരുമുൻപിൽ കുമ്പിട്ട് വാഴ്ത്തുന്നു. രണ്ട് കരങ്ങളും ഉയർത്തി പിടിക്കാം. ഒരു പക്ഷേ അമ്മ അങ്ങ് ദൂരെ, മകൻ അങ്ങ് ദൂരെയാണെങ്കിലും ഇപ്പോൾ കർത്താവിന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തി പിടിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് കർത്താവ് അഭിഷേകമായിരിക്കും. നമുക്ക് ഇങ്ങനെ പ്രതിജ്ഞ എടുക്കാം. ഇനിയുള്ള ഞങ്ങളുടെ കുടുംബത്തിലെ ദാമ്പത്യ ധർമാനുഷ്ഠാനങ്ങൾ, ഞങ്ങളുടെ കുടുംബത്തിലെ ദാമ്പത്യ ധർമാനുഷ്ഠാനങ്ങൾ, ഞങ്ങളുടെ കുടുംബത്തിലെ ദാമ്പത്യ ധർമാനുഷ്ഠാനങ്ങൾ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ദാമ്പത്യ ധർമാനുഷ്ഠാനങ്ങൾ ഉപവാസം പോലെ, ജപമാല പോലെ, അഖണ്ഡ ജപമാല പോലെ, 40 ദിവസത്തെ ഉപവാസം പോലെ ശ്രേഷ്ഠമായി കാഴ്ചവെക്കുമ്പോൾ ഞങ്ങളുടെ ആദരവിൻ്റെ പ്രണയത്തിലൂടെ മരണത്തെ തോൽപ്പിക്കുന്ന എഫക്റ്റ്, കൊറോണയെ തോൽപ്പിക്കുന്ന എഫക്റ്റ് ഞങ്ങളുടെ സമൂഹത്തിലേക്ക് വരും. രണ്ട് കരങ്ങളും ഉയർത്തി നമ്മുടെ കുടുംബങ്ങളിലെ ദാമ്പത്യ ധർമാനുഷ്ഠാനങ്ങൾ കൂദാശ അനുകരണം പോലെ ആയി തീരാൻ നിലവിളിച്ച് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ദാമ്പത്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന, ദാമ്പത്യത്തിൽ മറഞ്ഞിരിക്കുന്ന കൂദാശയുടെ നിഴൽ എന്താണെന്ന് പഠിപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി പിടിക്കാം. നമുക്ക് നിവർന്നെഴുന്നേറ്റ് മുട്ടുകുത്തി നിൽക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ അല്പസമയം കുമ്പിട്ടിരിക്കുകയായിരുന്നു. നമുക്ക് നിവർന്ന് ഒരുമിച്ച് മുട്ടുകുത്തി നിൽക്കാം. നമ്മുടെ മുട്ടുകൾക്കോ ശരീരത്തിനോ ഭാരമോ അസ്വസ്ഥതയോ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ കർത്താവിൻ്റെ കരുണ യാചിച്ചുകൊണ്ട്, രോഗാവസ്ഥകളെ കൊടുത്തുകൊണ്ട് മുട്ടുകുത്തി നിൽക്കാം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നു, ശരീരത്തിനൊരു ദൈവശാസ്ത്രമുണ്ട്. ശരീരത്തിനൊരു ദൈവശാസ്ത്രമുണ്ട്. തിയോളജി ഓഫ് ദ ബോഡി. ശരീരത്തിന് വലിയൊരു ദൈവശാസ്ത്രമുണ്ട്. ശരീരം ദൈവത്തിൻ്റെ നിഴലാണ്. പണ്ടൊരു പക്ഷേ കൂടുതൽ ഉപവസിച്ചും കൂടുതൽ ചമ്മട്ടി കൊണ്ട് അടിച്ചും ആളുകൾ ശരീരത്തെ പീഡിപ്പിച്ചിരുന്നു. എന്നാൽ ജോൺ പോൾ രണ്ടാമൻ പറയുന്നു, ശരീരം ദൈവത്തിൻ്റെ നിഴലാണ്, കൂടാരമാണ്, കുടീരമാണ്. ശരീരത്തിനൊരു ദൈവശാസ്ത്രമുണ്ട്. ശരീരത്തോട് ഒട്ടിച്ചു വെക്കുമ്പം, ശരീരം കൊണ്ട് സ്നേഹിക്കുമ്പോൾ, ആദരവോടെ സ്നേഹിച്ചാൽ, ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രണയിച്ചാൽ അതിൻ്റെ പേരാണ് കുർബാനയുടെ നിഴലാണത്, കൂദാശയുടെ അനുകരണമാണത്. അതൊരു ബലിപീഠമായി മാറും. ദാമ്പത്യ കിടക്കകൾ ബലിപീഠമാകുമ്പോൾ തോറ്റുപോയ ചെറുക്കൻ ജയിക്കും. ദാമ്പത്യ കിടക്കുകൾ ബലിപീഠമാകുമ്പോൾ അയ്യൽത്തീസിന് കുഞ്ഞ് 6 തവണ തോറ്റിട്ടും 7ാം തവണ ജയിക്കും. രഹസ്യം എന്താണ്? ഉത്തമഗീതം 8:6. ഇങ്ങനെ പ്രണയിച്ചാൽ, ഇങ്ങനെ ദാമ്പത്യാനുഷ്ഠാനങ്ങൾ നടന്നാൽ മരണം തോൽക്കും. രണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി. ആരാധന. പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഈ സമയം രോഗസൗഖ്യത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. വലിയ രോഗസൗഖ്യത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. തളർച്ചയുടെ മേലെ, നീണ്ടു നിൽക്കുന്ന രോഗങ്ങളുടെ മേലെ, വർഷങ്ങളായിട്ടുള്ള തഴക്കമുള്ള രോഗങ്ങളുടെ മേലെ ദൈവശക്തി വ്യാപരിക്കട്ടെ. ദമ്പതികൾ അനുഭവിക്കുന്ന മടുപ്പിന്റെ മേലെ, വിരക്തിയുടെ മേലെ, ഭാരങ്ങളുടെ മേലെ ദൈവശക്തി വ്യാപരിക്കട്ടെ. വർഷങ്ങളായി ശരിയായി സ്നേഹിക്കാൻ പറ്റാത്ത ദമ്പതികൾക്ക്, പല വർഷങ്ങളായി സ്നേഹം കൊടുക്കാൻ പറ്റാത്ത ദമ്പതികൾക്ക് ദാമ്പത്യ കിടക്കെ, ദാമ്പത്യ ബന്ധത്തെ സ്വർഗത്തിന്റെ നിഴലായി, കുർബാനയുടെ നിഴലായി ആഘോഷിക്കാൻ അഭിഷേകം കിട്ടട്ടെ. സ്വരം ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ വർഷങ്ങളായിട്ടുള്ള രോഗങ്ങൾ മാറിപ്പോകട്ടെ. ദാമ്പത്യ പരാജയം കൊണ്ടുണ്ടായിട്ടുള്ള പ്രഷർ, ഷുഗർ, ഭാരം, മടുപ്പ്, നിരാശ, ഡിപ്രഷൻ മാറിപ്പോകട്ടെ. ദാമ്പത്യ കിടക്കകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദാമ്പത്യ കിടക്കകൾ ബലിപീഠങ്ങളായി മാറട്ടെ. ദാമ്പത്യ ബന്ധം സ്വർഗം പോലെ, കുർബാനയുടെ മറ്റ് പ്രതിരൂപം പോലെ വിശുദ്ധമായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വസ്ഥമായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കാം. നിങ്ങളുടെ വീട്ടിലെ കസേരയിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാം. എഫേസ്യോസ് ലേഖനം 5-ാം അധ്യായം 26-ാം വാക്യം. എഫേസ്യോസ് ലേഖനം 5-ാം അധ്യായം 26-ാം വാക്യം. എഫേസ്യോസ് ലേഖനം 5-ാം അധ്യായം 26-ാം വാക്യം. അവിടുന്ന് തൻ്റെ വധുവായ സഭയെ വെള്ളം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. എഫേസ്യോസ് ലേഖനം 5-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറയുന്നു, ക്രിസ്തു തൻ്റെ വധുവായ സഭയെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിച്ചു. എങ്ങനെയാ സമർപ്പിച്ചത്? തൻ്റെ ഭാര്യയായ സഭയെ കഴുകാൻ വേണ്ടി അവിടുന്ന് തന്നെ കൊടുത്തു. എങ്ങനെയാ കൊടുത്തത്? എഫേസ്യോസ് ലേഖനം 5:26. അവിടുന്ന് തൻ്റെ വധുവായ സഭയെ വെള്ളം കൊണ്ട് കഴുകി, വെള്ളം കൊണ്ട് കഴുകി, വെള്ളം കൊണ്ട് കഴുകി. അല്ലല്ല, ചോര കൊണ്ടല്ല. ആകെ പ്രശ്നമായല്ലോ. ചോര കൊണ്ടല്ലേ കഴുകിയത്? നമ്മുടെ കുഞ്ഞുനാൾ തൊട്ട് നാം കേട്ടതെന്താ? ഇതാ ക്രിസ്തു മിശിഹ ചോര കൊണ്ട് കഴുകി. ചോര അവസാനത്തെ തുള്ളി വരെ ഒഴുക്കി, അവസാനത്തെ തുള്ളി രക്തം വരെ ഒഴുക്കി. പൗലോസ് ഇതാ മണ്ടത്തരം പറയുന്നു. വെള്ളം കൊണ്ടാണത്രേ കഴുകിയത്. അപ്പൊ ചോര കൊണ്ട് കഴുകിയത് എവിടെ പോയി? വെള്ളം കൊണ്ടാണത്രേ കഴുകിയത്. എൻ്റെ പൊന്നു തമ്പുരാൻ, ചോരയൊഴുക്കി എന്നാ ഞാൻ കേട്ടിരിക്കുന്നത്. പൗലോസ് ഇതാ എഫേസ്യോസ് ലേഖനം 5:26 പറയുന്നു, അവിടുന്ന് വധുവായ സഭയെ വെള്ളം കൊണ്ടാണത്രേ കഴുകിയത്. എന്താ പ്രിയപ്പെട്ട കുടുംബങ്ങളെ, ഇതിൻ്റെ രഹസ്യം? ചോര കൊണ്ട് പണ്ടേ കഴുകി, ധാരയായി പണ്ടേ ഒഴുക്കി. ചോര കൊണ്ട് പണ്ടേ കഴുകി, ധാരയായി പണ്ടേ ഒഴുക്കി. സമർപ്പണം അതിലും പൂർണ്ണമാണെന്ന് കർത്താവ് കരുതിയില്ല. ചോര കൊണ്ട് പണ്ടേ കഴുകി, ധാരയായി പണ്ടേ ഒഴുക്കി. അതിലും സമർപ്പണം പൂർണ്ണമാണെന്ന് കർത്താവ് കരുതിയില്ല. കുടുംബങ്ങളെ, ചോര അവൻ ഒഴുക്കി, അവസാനത്തുള്ളി ചോര വരെ ഒഴുക്കി. ആൻഡ് ഹി ഡിഡ് ഹിസ് മാക്സിമം. മുഴുവൻ തന്നു കൊടുത്തു, എല്ലാം കൈവിട്ടു. അങ്ങനെ എല്ലാം കൊടുത്തു വാടി തളർന്ന് ചേമ്പും തണ്ട് പോലെ ശ്രീവായിൽ ചാരി മയങ്ങുന്ന നേരത്ത് പടയാളി വന്ന് കുന്തം കൊണ്ട് കുത്തി. അപ്പോൾ ഞാനെല്ലാം തന്നേ, ഞാനെല്ലാം കൊടുത്തേ, ചോരയെല്ലാം തന്നേ, കൊടുക്കാവുന്നതെല്ലാം കൊടുത്തേ, എന്നെക്കൊണ്ട് ഇനി ഒന്നിനും കൊള്ളില്ലേ, ഇനി കുത്തിയിട്ടും മറിച്ചിട്ടും കാര്യമില്ലേ എന്നും പറഞ്ഞ് സമർപ്പണം പൂർണ്ണമാണെന്ന് കരുതുന്നിടത്ത്, ചോരയെല്ലാം ഒഴുക്കിയെടുത്ത് ചോരമണിത്തുള്ളികളൊന്നുമില്ലാഞ്ഞ നേരത്ത് അവൻ്റെ മജ്ജയിൽ ബാക്കി ഉണ്ടായിരുന്ന പ്രാണന്റെ വെള്ളം വിലാവിലൂടെ ഒഴുക്കിയിട്ട് അവൻ പറഞ്ഞു, ചോര കൊണ്ട് കഴുകിക്കഴിഞ്ഞാലും ഇനിയും വെള്ളം കൊണ്ടും കഴുകാം. സമർപ്പണം ഒരിക്കലും തീരുന്നില്ല. സമർപ്പണം ഒരിക്കലും തീരുന്നില്ല. അതാണ് എഫേസ്യോസ് 5:26. ചോര കൊണ്ടൊക്കെ കഴുകി പണ്ടേ മുന്നേ കഴുകി. ചിലർ പറയത്തില്ലേ, എൻ്റെ അച്ഛാ 36 വർഷം ഈ മനുഷ്യനെ ഞാൻ സഹിച്ച് എൻ്റെ ചോര വിയർത്തു, എനിക്ക് വയ്യ. നിങ്ങൾ പറയുന്നത് സത്യമാ, നിങ്ങളുടെ ചോര വിയർത്തു. പക്ഷേ പ്രിയപ്പെട്ട സഹോദരി, ഇനിയും വെള്ളം കൊണ്ട് കഴുകേണ്ടതുണ്ട്. ചില ഭാര്യമാരെ ഭർത്താക്കന്മാരെ ഞാൻ കണ്ടു, അച്ഛാ ഞാൻ അറിഞ്ഞില്ല അച്ഛാ, ആദ്യ ദിവസം തൊട്ട് അറിഞ്ഞ് അവൾക്ക്
തലയ്ക്ക് പ്രശ്നമുണ്ടച്ചാ, അവൾ നോർമൽ അല്ലച്ചാ. ഈ 35 വർഷം 40 വർഷം 3 കുഞ്ഞുങ്ങളുണ്ടച്ചാ, 40 വർഷം 2 കുഞ്ഞുങ്ങളുണ്ടച്ചാ, 40 വർഷമായി ഞാൻ സഹിക്കുന്നു ഇവളെ. ഒരു മാരക രോഗമുണ്ടച്ചാ, എൻ്റെ ചോര കൊടുത്ത് ഞാൻ നോക്കി, എനിക്ക് വയ്യച്ചാ. പറഞ്ഞത് ശരിയാ, നിങ്ങൾ ചോര കൊണ്ട് തന്നെ സ്നേഹിച്ചു. പക്ഷേ ചാക്കോ ചേട്ടാ, ഇനിയും വെള്ളം കൊണ്ടൊരു കഴുകലുണ്ട്. സമർപ്പണത്തിന് അതിരില്ല. കരങ്ങൾ കൂപ്പി പിടിക്കാം. ചോര കൊടുത്താലും തീരാത്ത സ്നേഹം, ഇനിയും സമർപ്പിക്കും സ്നേഹം. ചോര കൊടുത്താലും തീരാത്ത സ്നേഹം, ഇനിയും സമർപ്പിക്കും സ്നേഹം. ഇതാ നമ്മുടെ കുടുംബത്തിൽ വരേണ്ടത്. നിങ്ങൾ ഒത്തിരി ചെയ്തെന്നേ, ഒരുപാട് ചോര ഒഴുക്കിയെന്നേ, ഇതൊക്കെ അറിയാം ദൈവത്തിന്. പക്ഷേ കുഞ്ഞെ, ഞാൻ ചോര ഒഴുക്കിയിട്ട് നിർത്തിയില്ല, വെള്ളം കൊണ്ടും കഴുകി. ഇതാ കുടുംബത്തിൻ്റെ നിയമം. ദർ ഇസ് നോ ലിമിറ്റ് ഫോർ സാക്രിഫൈസ്. ഇനിയും കഴുകണം. ചോരയൊഴുക്കിയിട്ടും തീരാത്ത സ്നേഹം, ഇനിയും തുടരുന്ന സ്നേഹം. ഇതെൻ്റെ വീട്ടിൽ കിട്ടണേന്നൊന്ന് പ്രാർത്ഥിച്ചേ. ഒന്നിനും 40 ഞാൻ കിടന്ന് കണ്ടമാനം അലഞ്ഞു. ചില അപ്പന്മാർ പറയും, നിന്നെയൊക്കെ തീറ്റിപ്പോറ്റി ഇത്രയും ആക്കി. ശരിയാ, ഇനിയും കഴുകണം. വെള്ളം കൊണ്ടൊരു കഴുകലുണ്ട്. വിലാവ് പൊട്ടി ഒഴുകുന്നുണ്ട്, നെഞ്ചിൻ്റെ വിലാവ് പൊട്ടി ഒഴുകുന്നുണ്ട്. ഇനിയും കഴുകണം. ചോര കൊടുത്തിട്ടും തീരാത്ത സ്നേഹം, ഇനിയും തുടരുന്ന സ്നേഹം. പാടാം. ചോര കൊടുത്തിട്ടും തീരാത്ത സ്നേഹം, ഇനിയും തുടരുന്ന സ്നേഹം. പാടിക്കേ. ചോര കൊടുത്തിട്ടും തീരാത്ത സ്നേഹം, ഇനിയും തുടരുന്ന സ്നേഹം. വിലാവിലെ വെള്ളം ഒഴുക്കുന്ന സ്നേഹം, അതിരുകൾ ഇല്ലാത്ത സ്നേഹം. വിലാവിലെ വെള്ളം ഒഴുക്കുന്ന സ്നേഹം, അതിരുകൾ ഇല്ലാത്ത സ്നേഹം. കടപ്പാടുകൾക്ക് അതിരില്ലാത്ത കുടുംബങ്ങൾ ഉണ്ടാകട്ടെ. കുടുംബക്കിടക്കകളിൽ ദാമ്പത്യ ബന്ധങ്ങൾ ഈ ദിവസങ്ങളിൽ കൊറോണയ്ക്കെതിരെ ഒരു ദിവ്യശക്തിയുടെ പടപ്പുറപ്പാടായി വീണ്ടും ആഘോഷിക്കപ്പെടട്ടെ. മറിയവും യോസേപ്പ് പിതാവും തമ്മിലുണ്ടായിരുന്ന ആദരവിൻ്റെ, ശരീരത്തെ തോൽപ്പിക്കുന്ന, ശരീരത്തിനപ്പുറം പോകുന്ന ദാമ്പത്യം നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങളിലേക്ക് ഷക്കീന ടിവിയിലൂടെ തരുന്ന ഈ ശുശ്രൂഷയിലൂടെ പറന്നു വരുവാൻ ഇതാ അസിസി പ്രയർ ഗ്രൂപ്പ് എടുത്ത എല്ലാ വിയർപ്പിനും ഫലമായി ഈ ദിവസങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തവർ ബലിയർപ്പണം പോലെ ദാമ്പത്യം അനുഷ്ഠിച്ച് കൊറോണയ്ക്കെതിരെ മറുമരുന്നായി ആത്മീയ ശക്തി ഭൂമിയിലേക്ക് അഴിച്ചുവിടുമെന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ട് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ നന്ദി. ആരാധന. പരിശുദ്ധൻ, പരിശുദ്ധൻ. വലിയ രോഗസൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. കരങ്ങൾ കുപ്പിപ്പിടിക്കാം, കരങ്ങൾ കുപ്പിപ്പിടിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഷക്കീന ടിവിയിലൂടെ കിട്ടിയ ശുശ്രൂഷയ്ക്ക് നന്ദി പറയാം. വളരെ പ്രത്യേകമായി നമുക്ക് നിർബന്ധപൂർവ്വം നമ്മുടെ കുടുംബത്തിൽ ദൈവത്തെ നാം ആരാധിക്കും. അവിടുന്നാണ് ദൈവമെന്ന് പ്രഘോഷിക്കും. ഏതെങ്കിലും വഴിയിലൂടെ കർത്താവാണ് ദൈവമെന്ന് പ്രഘോഷിക്കാൻ കൂടി ഇടവന്നാൽ അത് നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഒരുപക്ഷെ അതൊരു ശുശ്രൂഷയെ സഹായിക്കലായിരിക്കാം, ഒരു മാധ്യമത്തെ സപ്പോർട്ട് ചെയ്യലായിരിക്കാം, അതൊരു ഒരു വചന പ്രഘോഷകന് കൈത്താങ്ങായിരിക്കാം, അല്ലെങ്കിൽ പരസ്യമായ യാത്രയിൽ ഇന്ന് ഞങ്ങൾ വന്ന വഴിക്ക് ഒരു മനുഷ്യന് കൊച്ചു സഹായം ചെയ്തപ്പോൾ, ഒരു ഹോട്ടലിലെ ഒരു സഹായിക്ക് ഒരു കൈത്താങ് ചെയ്തപ്പോൾ, യേശു നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു കുഞ്ഞ് സമ്പാദ്യം അവൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ ഞങ്ങൾ ചെയ്തത് യേശുവിനെ പ്രഘോഷിക്കുകയാണ്. യേശുവാണ് ദൈവമെന്ന് എവിടെ സമയം കിട്ടിയാലും പ്രഘോഷിച്ചാൽ, അവിടുത്തെ വാഴ്ത്തിയാൽ നിങ്ങളുടെ കുടുംബം സ്ഥിരമായി നിൽക്കും. 2 സാമുവേൽ 7:26 നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. കരങ്ങൾ കുപ്പിപ്പിടിക്കാം. അങ്ങനെയുള്ള കുടുംബങ്ങൾ ആരാധന പോലെ തന്നെ ദാമ്പത്യത്തെ എടുക്കും. ആദരവും ആരാധനയും ചേരും. ആദരിക്കുന്നവൻ ആരാധിക്കട്ടെ, ആരാധിക്കുന്നവൻ ആദരിക്കട്ടെ, ആദരിക്കാത്തവൻ
ആരാധിക്കാതിരിക്കട്ടെ. തമ്മിൽ ആദരിക്കാത്ത കുടുംബങ്ങൾ ദയവായി കുടുംബ പ്രാർത്ഥന നിർത്തുക. തമ്മിൽ ആദരിക്കുക, ആരാധിക്കുക. കുടുംബാനുഷ്ഠാനത്തെ, ദാമ്പത്യ ബന്ധത്തെ ആരാധനയുടെ ക്ലൈമാക്സ് ആക്കുക. കൊറോണയും മരണത്തെയും തോൽപ്പിക്കുക. നമുക്ക് ആശീർവാദം സ്വീകരിക്കാനായി കരങ്ങൾ കർത്താവിലേക്ക് നീട്ടിപ്പിടിക്കാം. കർത്താവിൻ്റെ വലിയ മഹത്വം ഇറങ്ങട്ടെ. നിങ്ങൾ ആരാധിക്കുമ്പോൾ ഷക്കീന ടിവിയെയും കേരളത്തിലെയും ലോകത്തിലെയും എല്ലാ ക്രിസ്തീയ ചാനലുകളെയും, സുവിശേഷ ചാനലുകളെയും, ആത്മായ ശുശ്രൂഷകരെയും, വൈദികരെയും ധ്യാന കേന്ദ്രങ്ങളെയും സമർപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ TV ചാനലുകൾക്ക് വേണ്ടിയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ടെക്നീഷ്യൻസിനെ സമർപ്പിക്കണം. ഈ ഉള്ളവന് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ഓർക്കണം. ഈ സമയം മധ്യസ്ഥം പ്രാർത്ഥിച്ചവരെ ഓർക്കണം. ഞാൻ സ്വപ്നം കാണുന്ന മരിയൻ എന്ന സിനിമ ദൈവത്തിൻ്റെ മുമ്പിൽ സാധ്യതമാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം അതിനും വഴി തുറക്കട്ടെ. ഷക്കീന ടിവിയുടെ, പ്രത്യേകിച്ച് ഷക്കീന ടിവിയിലെ ഹിന്ദി ബ്രാഞ്ചിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആശീർവാദം ഇപ്പോൾ ഈ ശുശ്രൂഷയിലൂടെ കുടുംബങ്ങളെ തേടി വരാൻ വേണ്ടി രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ. ആരാധ്യനായവനേ, സിയോൻ മലയിൽ ഇസ്രായേലിനെ ഭാര്യയായി സ്വീകരിച്ചവനേ, നിന്റെ വിശ്വസ്ത ഭാര്യയായി ഇസ്രായേലിനെ ചേർത്തവനേ, നിന്റെ കുടുംബങ്ങളെ വാഴ്ത്തണമേ. ദാമ്പത്യ കിടക്കകൾ സ്വർഗസുമങ്ങളാൽ വീണ്ടും സമലംകൃതമാകട്ടെ. കർത്താവിൻ്റെ മുദ്രയും സമാധാനവും നമ്മുടെ കുടുംബ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കട്ടെ, ഇപ്പോഴും എല്ലാ സമയവും എന്നേക്കും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കുടുംബങ്ങളെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യത്തിൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ ദൈവാരാധനയ്ക്ക് തുല്യമായ ദാമ്പത്യ അനുഷ്ഠാനങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് സെമിനാരിയിലേക്ക് പോയിട്ടുള്ളവർക്ക് വേണ്ടി, സന്യാസാലയങ്ങളിലേക്ക് പോയിട്ടുള്ളവർക്ക് വേണ്ടി, വിവാഹം കഴിക്കാതെ നിന്ന് ശുശ്രൂഷ ചെയ്യുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അനേകം അനാഥാലയങ്ങളും ശുശ്രൂഷയും നമ്മുടെ കുടുംബങ്ങളിലൂടെ, നമ്മുടെ ചെറുപ്പക്കാരിലൂടെ, മക്കളിലൂടെ നടത്തപ്പെടുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അനാഥരെ പോറ്റുന്ന സഭ നമ്മുടെ കുടുംബങ്ങളുടെ സ്നേഹമാണത്, കുടുംബങ്ങളുടെ ബന്ധമാണ്. അതെല്ലാം പൊലിച്ചു വരുവാൻ വേണ്ടി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഫ്രാൻസിസ് അച്ഛനെയും ആശിഷി പ്രയ ഗ്രൂപ്പിനെയും നമ്മുടെ ചാനലിനെയും ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. കരങ്ങൾ കൂപ്പി ഒരു നിമിഷം എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. ഈ സമയത്ത് മധ്യസ്ഥം പ്രാർത്ഥിച്ച എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുന്നു. ഒരു തരി, ഒരു മിന്നൽ, ഒരു സ്പാർക്ക് ആർക്കെങ്കിലും കർത്താവിൻ്റെ കരുണയുടെ വചനത്താൽ കിട്ടിയെങ്കിൽ ദൈവത്തിനായിരിക്കട്ടെ മഹത്വം. ആമേൻ. ഏറെ സ്നേഹത്തോടു കൂടെ ഷാജിച്ചനെ നന്ദി പറയുകയാണ്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇന്ന് വെളുപ്പിന് തന്നെ ഇവിടേക്ക് കടന്നു വന്ന് ഒത്തിരി ത്യാഗം നിറഞ്ഞ് ശുശ്രൂഷ ചെയ്ത അച്ഛനെ എൻ്റെ വ്യക്തിപരമായ പേരിലും അസിസി പ്രയർ ടീമിൻ്റെ പേരിലും ഇത് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും പേരിൽ കോടാനുകോടി നന്ദി പറയുകയാണ്. ധാരാളം ദൈവം അച്ഛനെ അനുഗ്രഹിക്കട്ടെ. ഇനിയും തമ്പുരാൻ സാക്ഷ്യം വഹിക്കുവാനായിട്ട്, ലോകത്തിലുടനീളം പോയി കർത്താവിൻ്റെ വചനം പങ്കുവയ്ക്കാനായിട്ട്, അനേകർക്ക് ആശ്വാസം പകരാനായിട്ട്, അനുഗ്രഹമേകാനായിട്ട് പരിശുദ്ധാത്മ വലിയ അഭിഷേകം അച്ഛനിൽ പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാളെ തിരുക്കുടുംബ ധ്യാനത്തിൻ്റെ 3-ാം ദിനം വചനപ്രഘോഷണത്തിനും ആരാധനയ്ക്കുമായിട്ട് കടന്നു വരിക നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജേക്കബ് മഞ്ഞളിച്ചനാണ്. വളരെ ഒരുക്കത്തോടു കൂടെ പ്രാർത്ഥിച്ച് പറ്റുമെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചൊരുങ്ങി അപ്പനും അമ്മയും മക്കളും എല്ലാം ചേർന്ന് വരാനായിട്ട് പ്രത്യേകം എല്ലാവരും ക്ഷണിക്കുകയാണ്. നാളെ 11 മണി മുതൽ 1 മണി വരെ നമുക്ക് കാണാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. ആമേൻ.